ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുവാതിടത്തിലേക്ക് 7 അടിയങ്ങളെ സമർപ്പിക്കുന്നു. സംഭവമായ ഒരു ദിനം കൂടെ അടിയങ്ങളെ വിട്ട് കടന്നുപോയി വരാമായിരുന്ന ആപത്തനർത്ഥം രോഗ ദുഃഖാദികളൊക്കെ അടിയങ്ങളെ വിടുവിച്ച് അവിടുത്തെ പൗത്രമേര് തങ്കച്ചിട്ട് സൂക്ഷിച്ച വൻകൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിയങ്ങൾ ഈ സൂം മീറ്റിംഗില് കടന്നു വരുന്ന കർത്താവേ, അടിയങ്ങളുടെ സഹോദരങ്ങളൊക്കെ ആയിരുന്ന സ്ഥാനങ്ങളിലവരെ കാത്തു പരിപാലിച്ച വന്ദയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ, അല്പസമയം അവിടുത്തെ തിരുസന്നിധാനത്തിലായിരിക്കുമ്പോൾ അടിയങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, ഏറിയുക നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായ നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണം നീക്കിപ്പോക്കൽ കർത്താവ് ആയ യഹോവയ്ക്ക് ഉള്ളത് തന്നെ. കർത്താവെ, ഇത്രത്തോളം അടിയങ്ങളെ കാത്തു പരിപാലിച്ച വന്ദയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ സൂം മീറ്റിങ്ങിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കണമേ. അവിടുന്ന് അടിയങ്ങളോട് സംസാരിക്കണമേ. അതിൽ അടിയങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. കടന്നു വന്ന എല്ലാവരെയും കുടുംബമായി വ്യക്തി ജീവിതങ്ങളായി സമർപ്പിക്കുകയാണ് കർത്താവ്. അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ. അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളുമായി കൂടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നെടുവീർപ്പുകളൊന്നും അടിയങ്ങൾ അറിയുന്നില്ല. സകലതും അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സൂക്ഷിക്കണം, പരിപാലിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണം. ആപത്തനർത്ഥം രോഗ ദുഃഖാദികളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആത്മാവിൽ നിറഞ്ഞ കർത്താവെ, വചനത്തെ വിവേചിച്ചടിയങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം കുടുംബമായി അവരെ ഉപയോഗിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ കേട്ടടിയങ്ങളും പിന്നെ ശക്തിയെ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അടിയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുവാൻ തക്കവണ്ണം എന്റെ കർത്താവ്, എന്റെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. അടിയങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. പ്രിയ ജോൺ സംഭാഷകർക്കായി കുടുംബത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, അവരെ ഈ ദേശത്തിന്റെ വിളക്കായി അനേകർക്ക് വേണ്ടി പ്രകാശിക്കുവാൻ, അനേകർക്ക് വഴികാട്ടികളായി, ഹല്ലേലൂയ, അനേകർക്ക് ഹല്ലേലൂയ ഒരു സഹായികളായി ജീവിപ്പാൻ തക്കവണ്ണം പിന്നെ അവരെ ഉപയോഗിക്കണം, സഹായിക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം എന്റെ ദൈവം അറിയുന്നുണ്ടല്ലോ. തക്ക സമയത്ത് അത് നിറവേറ്റണം. അവരെ പരിപാലിക്കണം, സൂക്ഷിക്കണം, ഏറിയ കൃപ നിറയ്ക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ യാചിക്കുന്നു. ദേവോന്നി കേൾക്കണം, സ്വർഗീയ പിതാവേ. സ്തോത്രം, താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് വർഷിപ്പ് സമയം ആണ്. ഇന്ന് നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ സിസ്റ്റർ ബ്രേസി കെ ജോൺ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിലാണ് പ്രിയ സിസ്റ്റർ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വർഷിപ്പ് ഏറ്റവും അനുഗ്രഹത്തിനുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയായിരിക്കാം വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ, ദൈവത്തെ ഒരു മുഖത്തപ്പെടുത്തുവാൻ. Hallelujah. Praise the Lord. Praise the Lord. I greet you all in the name of Jesus. Let us all close eyes. सभी अपनी आंखों को बंद करे रखिए. हम प्रार्थना की ओर जाएंगे, हम आराधना की ओर जाएंगे. हमारा परमेश्वर, Psalms 22 and verse 3 इस प्रकार से लिखा है कि हमारा परमेश्वर स्तुति रूपी सिंहासन के ऊपर विराजमान होने वाला परमेश्वर है. हालेलुया. तो आइए हम मिलकर परमेश्वर के नाम को धन्य कहेंगे, उसको स्तुति करेंगे, क्योंकि हमारा परमेश्वर सच्चा परमेश्वर है. He is the living God. O Jesus from the sing together this song which says he is the creator of every nation. Hallelujah. Amen. We thank you, Father. Ram Deri
creation. He created this world. But do you know what? He so loved the world. He came for us. He loved us. He gave his begotten Son. And Bible says that he came for us. He died. And that is not all. He lived once again. That is an eternal life. And he says that this life, while I resurrected, I give this eternal life to you. Oh Jesus.
आप अन्य भाषा में बातें कर सकते हैं तो मुंह को खोलकर हम परमेश्वर को ताली बजाते हुए परमेश्वर की हम स्तुति करेंगे, क्योंकि हमारा परमेश्वर हमारे मध्य में आ चुका है। उसकी उपस्थिति हमारे मध्य में है, उसकी अनुग्रह हमारे मध्य में है। हमारे घर का हर एक वातावरण को, the atmosphere of our homes are going to be changed in the name of Jesus, by the blood of Jesus. Everything is going to be changed. Every old thing is going to be renewed in the name of Jesus. For He is the King of Kings. He is the Lord of Lords. Bible says that there is no else, there is no other God other than Him. He is not a stone. He is not dead, but we serve a living God. Hallelujah. We serve a living God. And when we serve Him, He says in Isaiah chapter 10 and verse 27, He says that when the anointing comes into our homes, when the anointing comes into our hearts, the burden is removed. The burden is gone. There is no burden in our life. There is no burden in our life. हमारे सारे बोझों को हटाने वाला हमारा परमेश्वर, हमारे गले से हर एक जीवन को तोड़ने वाला हमारा परमेश्वर, उस परमेश्वर को हम धन्यवाद करेंगे। कुछ क्षण हम अन्य भाषाओं के साथ हम परमेश्वर को धन्यवाद करेंगे। रीघाना शमदेरियाबा समदेराबा, हमारे घर के एटमॉस्फेयर को, हमारे घर के वातावरण को हमारा परमेश्वर बदलने जा रहा है। We praise you, Lord. Hallelujah, amen. We thank you, Father. We thank you, Father. We thank you, Lord. Hallelujah, amen. हम ताली बजाते हुए इस गीत को गाएंगे। हम सब जानते हैं ये गीत, यशूरंडे दैवते पोल वेरोरु दैवमिल्ला, उसके जैसा और कोई परमेश्वर नहीं, उसके समान और कोई परमेश्वर नहीं। वो याकूब के समय से अकेला परमेश्वर रहा, आज भी वो अकेला परमेश्वर है। उसकी स्तुति जब हम करते हैं, उसके गीतों को जब हम गाते हैं, हमारा परमेश्वर इस प्रकार से कहता है कि मैं तुझे कभी अनाथ नहीं छोड़ूंगा, मैं तुझे कभी त्यागने वाला परमेश्वर नहीं हूँ। ये संसार तुझे छोड़ सकता है, ये संसार तुझे छोड़ सकता है, इवन जो जन्म देने वाली माता है वो भी तुम्हें तिरस्कार कर सकती है, लेकिन तुम्हारे बाल पकने तक मेरा परमेश्वर तुम्हारे साथ रहेगा, हमारा परमेश्वर हमारे साथ रहेगा। आज कितने जन कह सकते हैं मेरा परमेश्वर मेरे साथ है, वो मेरा परमेश्वर है। He is my Lord, He is my song, He is my salvation. Oh Jesus, we thank you Father, hallelujah. ताली को बजाते हुए हम जहाँ कहीं भी रहें, ताली बजाते हुए हम परमेश्वर की स्तुति करेंगे, क्योंकि मैं जिस प्रकार से बोली भजन संगीता उसका 22वां अध्याय उसका 3रा आयत इस प्रकार से कहता है, इस्राएल के स्तुति रूपी सिंहासन पे हमारा परमेश्वर विराजमान रहता है। हालेलुया। आज हमारा परमेश्वर हमारे मध्य में है, आज हमारा परमेश्वर हमारे मध्य में है, इसलिए विश्वास के साथ हम परमेश्वर की आराधना करेंगे। जीसस हुए हम परमेश्वर की स्तुति करेंगे। यशुरुंडे दैवते पोल वेरोरु दैवमिल्ला, यशुरुंडे दैवते पोल वेरोरु दैवमिल्ला, यशुरुंडे दैवते पोल वेरोरु दैवमिल्ला, यशुरुंडे दैवते पोल Shurunde Devate Pol Veroru Devamilla, Shurunde Devate Pol Veroru Devamilla, Enne Sahai Pantande Mahimayode Megharude Naivarum, Enne Sahai Pantande Mahimayode Megharude Naivarum, Avan Alpha
കാലങ്ങൾ മാറിപ്പോയാലും അവൻ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവൻ എന്നും മാറാത്തവൻ. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. 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 കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി തിന്നാലും പുതുബലം എന്നിൽ പകരും. ബലഹീനനായി തിന്നാലും പുതുബലം എന്നിൽ പകരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ आद्यन अंत्यन। यशूर उनके प्रभु जैसा प्रभुओं में कोई कहाँ। 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 महिमा के साथ सहायता करने को बादलों में आने वाला है विश्वास से। महिमा के साथ सहायता करने को बादलों में आने वाला है। वो है अल्फा ओमेगा, वो है आदि और अंत। वो है अल्फा ओमेगा, वो है आदि और अंत। वो है अल्फा ओमेगा, वो है आदि और अंत। അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ। യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല। 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 എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും। എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും। എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടനായി വരും। അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ। 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 Oh Jesus, hallelujah. Oh Jesus, hallelujah. पवित्र आत्मा उतरा हो, अभिषेक से हमें भर दो। पवित्र आत्मा उतरा हो, अभिषेक से हमें भर दो। पवित्र आत्मा
पवित्र आत्मा उतरा उतरा उतरा, पवित्र आत्मा उतरा, पवित्र आत्मा उतरा हो, अभिषेक से हमें भर दो हो, पवित्र आत्मा उतरा हो, अभिषेक से हमें भर दो हो, पवित्र आत्मा उतरा हो, अभिषेक से हमें भर दो हो, पवित्र आत्मा उतरा हो, अभिषेक से हमें भर दो हो, अग्नि ज्वाला समान उतरा, सनसनाहट के साथ उतरा, अग्नि ज्वाला समान उतरा, सनसनाहट के साथ उतरा उतरा उतरा, पवित्र आत्मा 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 उतरा, रबाना रे शमदेरा रे रेगा तेरा समदेरी गने, रबाना रे रेगा तेरा रे समदेरी गतेरा शमदेरी गने, रेगा तेरा रे समदे बाला रे रीदाने बारे शैगा तेरे रमदेरी गने, रीदाने बारे शैगा तेरे बारी दे रबाने समदेरी गने, रेगा तेरा रे शैगा तेरे रमदेरी गतेरे बाला रे राबा रबाने, ओ Jesus रीदा तेरम देरी गाने शैगा तेरा रे रीदाने बारे राबा रबाने शैगा तेरे रीदाने बारे रम देरी गाने राबा रेगा तोरा शम देरी गाने रीदाने बारे शैगा तेरे, ओ Jesus hallelujah hallelujah hallelujah, Jesus amen amen, ram deri ga tere shaiga nari de. We thank you Lord, we thank you Father, we thank you Father, hallelujah amen amen, thank you Jesus. आइए हम अपनी आंखों को बंद करें, हम 1 मिनट प्रार्थना की ओर जाएंगे। मैं आप सभी के लिए प्रार्थना करना चाहती हूँ। धन्यवाद करते हैं पिता ये सुंदर समय के लिए जो आपने हमारे जीवन में दिया, आपके उपकारों के लिए हम आपको धन्यवाद करते हैं। वी थैंक यू फादर, परमेश्वर ये सुंदर संगति दिया इसलिए परमेश्वर हम आपको धन्यवाद करते हैं। स्पेशली आई ब्लेस दिस फेलोशिप लॉर्ड in the name of Father, in the name of Son, in the name of Holy Spirit, I bless these people. परमेश्वर जिस भी कार्य जिस भी विषय के साथ परमेश्वर ये लोग बैठे हैं, परमेश्वर उनको आप आंसर कीजिए, उन्हें उत्तर दीजिए। परमेश्वर आगे जो आपके दास वचन की सेवकाई करने जा रहे हैं उनको भी पवित्र आत्मा से भर के आपकी आराधना करने के लिए सहायता मदद कीजिए। आदर मान इज्जत जलाल आपको देते हुए प्रार्थना विनती प्रभु यीशु मसीह के नाम से मांगती हूँ, आमेन आमेन आमेन। God bless you all. താങ്ക് യു സിസ്റ്റർ പ്രൈസ് ഇറ്റ്. നല്ല അനുഗ്രഹപ്പെട്ട സമയങ്ങളായിരുന്നു. ദൈവം താങ്കൾ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർ നിമിഷങ്ങൾ ദൈവാനുസൃത സമയമാണല്ലോ. ശ്രോത്ര ഈ 160 ദിവസത്തിലേക്ക് മീറ്റിംഗിലേക്ക് കൂടുന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 159 ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നല്ലോ. സ്തോത്രം. ഈ രാത്രി ദൈവം സൂക്ഷിക്കാൻ ക്ഷണിച്ചിരിക്കുന്ന പാസ്റ്റർ റിജോ പി ജോൺ ദൈവം സ്തുതിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ കർത്താൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനാണ് തന്റെ ഹല്ലേലൂയ ദൈവം ദർശനപ്രകാരം ഇന്ത്യയുടെ ദേശത്തിന്റെ വിടുതലായി ഹല്ലേലൂയ ഉണർവനായി വളരെ പ്രാർത്ഥിക്കുകയും കരയുകയും ആ ഉണർവ് കാണുവാൻ ദേശം മുഴുവനും ഹല്ലേലൂയ അത് കർത്താവിന്റെ വേലയ്ക്കായി ഓടിയിറക്കുകയും ചെയ്യുന്ന ഒരു പ്രിയ ദൈവത്തിനാണ്. സ്വത്രം ദൈവത്താൽ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനാണ് പ്രിയ പാസ്റ്റർ പ്രിജോ. ഇന്ന് രാത്രികാലം നമ്മുടെ ആയിരിക്കുന്ന ഒരു അനുഗ്രഹകാരണമായി തീർമാറാകട്ടെ. അക്രദാസിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കായി സമയം വേറിട്ടുണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. സ്തോത്രം. Hallelujah. Thank you so much, Pastor. Amen. Johnson, man of God. കർത്താവിന്റെ ദാസനെ ആമേൻ. എല്ലാവർക്കും കർത്താവിന്റെ കൃപയാൽ എന്റെ വന്ദനത്തെയും സ്നേഹത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഈ ഒരു ഉണർവിന്റെ മുൻപിൽ സിറ്റി ഹാർവസ്റ്റ് ചർച്ച് പ്രിയ അഭിഷിക്തൻ പാസ്റ്റർ ജോൺസൺ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും
ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെ കർത്താവിലായിരിക്കുവാൻ ദൈവന്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ആമേൻ. ഒത്തിരിയധികം ആൾക്കാർ ബോംബെയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുവല്ലോ. ഏതാണ്ട് 52ഓളം കുടുംബങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയൊരു കൂട്ടങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഈ സൂമിന്റെ ഇത്രയും പ്രതിസന്ധികളുടെ അകത്തും നമ്മുടെ രാജ്യം പോകുമ്പോ പ്രശ്നങ്ങളെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഉണർവ് ഒരുപക്ഷെ ഈ സൂം മീറ്റിങ്ങിനകത്താണ് നടക്കുന്നത്. കാരണം നമ്മൾ നോർമലി ഒത്തിരി അധികം ആൾക്കാരെ നമുക്ക് ഈ ലോക്ക്ഡൌണിനകത്ത് പുതിയതായി പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പാസ്റ്റേഴ്സുമായിട്ട് നല്ല നല്ല ബന്ധങ്ങൾ ദൈവം തന്നു. വളരെയധികം സ്നേഹബന്ധങ്ങൾ പുതുക്കാൻ കഴിഞ്ഞു. ജാടയോ ഗമയോ അല്ലെങ്കിൽ ഞങ്ങൾ വലിയവരോ നിങ്ങൾ വലിയവരോ ഒന്നും ഇല്ലാതെ വലിയ വലിയ ദൈവദാസന്മാരെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പ്രസംഗിക്കാന്ന് പറയത്തക്ക നിലവാരത്തിൽ വരെ സൂം മീറ്റിങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എത്ര പേർക്ക് പിടികിട്ടുന്നു? കഴിഞ്ഞ ദിവസം ഭാരതത്തിൽ ഇന്റർനാഷണലി ചലിക്കുന്ന ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ ടൈം പറ, ഞാൻ അങ്ങോട്ട് വന്ന് പ്രീച്ച് ചെയ്യാം. ഞാൻ ഓർത്തു, ദൈവമേ, ഇന്റർനാഷണലി ചലിക്കുന്ന ആൾക്കാര് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ ടൈമിന് വരാം എന്ന് വെച്ചാൽ പ്രീച്ച് എല്ലാ ദിവസവും പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ എങ്ങനെയൊക്കെ പ്രസംഗിക്കാനുള്ള ധൃതിക്കകത്ത് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു പിടികിട്ടിയോ? അവൻ എങ്ങനെയൊക്കെ പ്രസംഗിച്ച കർത്താവിനെ ഉയർത്തുക എന്നുള്ള മൈൻഡിനകത്ത് ഇനിയിപ്പൊ ആര് വെച്ചാലും പൈസ കിട്ടിയില്ലേലും ഫേസ്ബുക്കിൽ ലൈവ് ഇല്ലേലും ഇനി ആരാണെന്ന് നോക്ക്, അതിനകത്ത് കളറില്ല, ജാതിയില്ല, മതമില്ല, ഇനി ആരുടെ ചർച്ച എന്നല്ല, ആര് വെച്ചാലും ഞങ്ങൾ പോകാം. ഗ്ലോറി ടു ഗോഡ്. ദൈവം എട്ടായി തൊടിച്ച ഓരോരുത്തരെയൊക്കെ മടക്കി കൊണ്ടുവരിക. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, റിജോ, ഇതൊരു പ്രവാസത്തിന്റെ സീസണാണ്, ഇതൊരു മടങ്ങി വരവിന്റെ സീസണാണ്. അസാധാരണമാകുന്ന ഒരു മടങ്ങി വരവിന്റെ സീസണകത്താണ് നമ്മുടെ ഭാരതത്തിന്റെ സഭ. എത്ര പേർ വിശ്വസിക്കുന്നു? ഭാരതത്തിന്റെ സഭ ചലിക്കുവാൻ വേണ്ടി പോകുന്നത്. കർത്താവിന്റെ ദാസിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവിന്റെ അഭിഷിക്ത ദാസ് സിസ്റ്റർ പ്രൈസി ഛത്തീസ്ഗഡ് ഞങ്ങളുടെ വേക്കിന്റെ എല്ലാ മീറ്റിങ്ങിനകത്തും പ്രിയ മകള് വർഷിപ്പ് ചെയ്യുന്നു. ജനറേഷൻ ദൈവം ഉപയോഗിക്കുന്നല്ലോ. അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രിയ മകള് നിങ്ങളുടെ ചർച്ചിനോട് കൂടെ കാണും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ഞങ്ങളുടെ മീറ്റിങ്ങുകൾ വേക്കിന്റെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ബ്രദേഴ്സ് അത് സ്റ്റാർട്ട് ചെയ്തു. വളരെയധികം ലോകരാജ്യങ്ങൾ ഒത്തിരിയധികം ആൾക്കാര് മീറ്റിങ്ങിനകത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാവരും ഒരു ഉണർവിന്റെ സീസണകത്താണ് നിൽക്കുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ, ഞങ്ങളിൽ കൂടെ അഭിഷക്തമാകുന്ന ഒരു ഉണർവ് നീ അയക്കണം? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ, ആമേൻ, ആമേൻ. വീഡിയോകൾ ഓൺ ചെയ്യാൻ കഴിയുന്നവരെല്ലാം നിങ്ങൾ ഓൺ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നല്ലതായിരിക്കും. കാരണം പല സാഹചര്യങ്ങളിലാണ് എല്ലാവരും ആയിരിക്കുന്നത്. എന്നാലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളോ ആൺകുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വീഡിയോകൾ ഓൺ ചെയ്യാൻ തയ്യാറാകുക. യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്നവർ. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ഒരുമിച്ച് തന്നെ നമുക്ക് ദൂതിലേക്ക് കടക്കാം. അവൻ നമ്മളെല്ലാവരും അവൻ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഉണർവ് എന്ന് പറയുന്നത്, ഒരു റിവൈവൽ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ചെറിയ ഒച്ചയും ബഹളവും പാട്ടും അഭിഷേകവും പൊട്ടിത്തെറിക്കകത്ത് നിൽക്കുന്നതാണ് ഉണർവ്. ജെനുവിൻലി നമ്മളെന്ന വ്യക്തിപരമാകുന്ന മനുഷ്യന്റെ ഉള്ളിൽ അവൻ നമ്മുടെ ജഡത്തെയും വിചാരത്തെയും വികാരങ്ങളെയും നമ്മുടെ ഇച്ഛകളെയും തകർത്ത് നമ്മളെന്ന മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് ഓരോ ദിവസവും നമ്മളെ വഴിതിരിച്ച് വിടുന്നതല്ലേ ആക്ച്വലി ജെന്യുവിൻ ഒരു റിവൈവൽ എന്ന് പറയുന്നത്? എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഞാൻ പാട്ട് പാടുന്നു. റിജോ പി ജോൺ എന്ന ഈ സുവിശേഷകനെ കർത്താവിന്റെ ദാസൻ സിറ്റി ഹാർബർ ഫെലോഷിപ്പിന്റെ അഭിഷിക്തൻ ജോൺസൺ പാസ്റ്റർ വിളിക്കുന്നു. ഞാൻ വന്ന് പ്രസംഗിക്കുന്നു. എന്റെ പ്രസംഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ വിടുതൽ ഉണ്ടാകുമായിരിക്കാം, രോഗികൾ സൗഖ്യമാകുമായിരിക്കാം, അനേക യൗവനക്കാരമേൽ മാറ്റം ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എന്ന മനുഷ്യനെ തിരിച്ച് ദൈവം നോക്കുമ്പോൾ എന്റെ ക്യാരക്ടറിനകത്ത് അഭിഷക്തമാകുന്ന റിപ്പന്റൻസ് ഉണ്ടായില്ലെങ്കിൽ, ഞാൻ എന്ന വ്യക്തി അഭിഷക്തമായ ഒരു മാനസാന്തരത്തിന്റെ അനുഭവങ്ങളകത്തൂടെ എന്റെ വ്യക്തിപരമാകുന്ന സ്വഭാവങ്ങളെ ഞാൻ നിയന്ത്രിച്ചില്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഉണർവിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണോ? ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് പിടികിട്ടി? നമ്മൾ ഓരോരുത്തരോട് നമുക്ക് പറയാം. ഗുജറാത്തിൽ നിന്നും ശ്രീ സന്തോഷ് ടി.എം. പ്രൈസ് ഗോഡ്. ജോയൽ ജോൺസൺ മകളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ എന്ന വ്യക്തി ഒരുപാട് പ്രസംഗിക്കുന്നതിനേക്കാൾ, ഒരുപാട് ആരാധിക്കുന്നതിനേക്കാൾ, ഒരുപാട് ആത്മാവിന്റെ സന്തോഷത്തിനകത്ത് ഒരു തലമുറയെ കയറ്റുന്നതിനേക്കാളും ഉപരി ഞാൻ എന്ന വ്യക്തിയുടെ അസാധാരണമാകുന്ന അവനവന്റെ സ്വഭാവത്തിനകത്ത് വെളിപ്പെടുന്ന രൂപീകരണമല്ലേ യാഥാർത്ഥ്യമായി റിവൈവൽ എന്ന് പറയുന്നത്?
അങ്ങനെയൊക്കെ നമുക്ക് ഒരുമിച്ച് പറയാം. കർത്താവേ, അഭിഷക്തമാകുന്ന അസാധാരണമാകുന്ന ഒരു ഉണർവിന്റെ കാറ്റിനെ, ഒരു ഉണർവിന്റെ തീയെ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ കൈമാറണമേ. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദൈവത്തോടൊന്ന് കരഞ്ഞാട്ടെ, നമ്മ ദൈവ സാന്നിധ്യത്തോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ, അഭിഷേകത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണം. റംബൽ മനാഭിയം സഖേനെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയമല്ല പിതാവേ, അവയുടെ പുത്രനാകുന്ന ക്രിസ്തുവേശുവിൻ നിസ്തുല്യമായ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അഭിഷിക്ത ദൈവമേ, ഞങ്ങൾ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വലിയൊരു ഉണർവിന്റെ കാറ്റ് ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ ലൈഫിൽ പകരുവാൻ പോകുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം അതിശക്തമായി ഞങ്ങളോട് സംസാരിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു അഭിഷേകത്തിന്റെ തീ ഇന്ന് അങ്ങയുടെ മക്കളെ അങ്ങ് പകരാൻ പോകുന്നത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയതോടെ കേൾക്കുമാറാകണം സ്വർഗ്ഗീയ നല്ല പിതാവേ. നമുക്ക് ഒരുമിച്ച് വചനത്തിലേക്ക് കിടക്കാം. അഭിഷേകത്തോടെ, സാന്നിധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് വചനം ചിന്തിക്കാം. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വായിക്കാം. കർത്താവിന്റെ അഭിഷിക്തരായിരിക്കുന്ന ആരെങ്കിലും വായിക്കാനുണ്ട് എന്നെനിക്കറിയില്ല, പക്ഷെ നാം അങ്ങനെ വായിക്കാം. അതായിരിക്കും സേഫ്. നമ്മൾ ഒരുമിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ, എല്ലാവരും ബൈബിൾ, വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ കരങ്ങളിൽ ഉയർത്തിയാട്ടെ. നമ്മൾ ഒരുമിച്ച് ആ സാന്നിധ്യത്തിനകത്തിരുന്നു കൊണ്ട് വായിക്കാൻ വേണ്ടി പോവുകയാണ്. Are you ready to maintain revival? ശക്തിയെ ചുമക്കുന്ന ഒരു ജനറേഷനെ ഇന്ന് രാത്രി ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ആമേൻ, ആമേൻ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. 7-ാം വാക്യത്തിലേക്ക് വീണ്ടും നാം വരുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആയിരിക്കും പകർന്നിരിക്കുന്നത്. എന്റെ ചോദ്യം, ദൈവത്തിന്റെ ശക്തി മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപത്തെ ഞങ്ങൾ ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ മൺപാത്രങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഈ തലമുറയിൽ ഞാൻ പകർന്നിരിക്കുന്നു. അപ്പൊ വ്യക്തിപരമാകുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ ജോൺസൺ ദാസോട് ചോദിച്ചേ, എന്റെ ഫ്രണ്ടിലിരിക്കുന്ന പ്രിയ ഷീനാന്റിയോട് ചോദിച്ചേ, എന്റെ ഫ്രണ്ടിലിരിക്കുന്ന പ്രിയ BP ബോബി പ്രിയ സിസ്റ്ററോട് ചോദിച്ചേ, നിങ്ങളുടെ ശക്തിയുണ്ടോ? അപ്പം ചോദ്യം 1, നിങ്ങളുടെ ശക്തിയുണ്ടോ? അപ്പൊ പറയും, എന്റെ വരെ ശക്തിയുണ്ട്. അപ്പൊ ഈ ശക്തി എവിടെയാ വെളിപ്പെട്ട് നിൽക്കുന്നത്? അപ്പൊ ബൈബിൾ പൗലോസ് എന്ന ദൈവമനുഷ്യൻ പറയുന്നു, ഈ ശക്തി ഞങ്ങളുടെ മൺപാത്രത്തിലാണ് വളർന്നിരിക്കുന്നത്. അപ്പൊ ഈ എങ്കിലും ഈ അത്യന്ത ശക്തി അത് ഞങ്ങളുടെ സ്വന്തമാണോ? സ്വന്തമാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ദാസൻ പറയും, ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമായിട്ട് ദൈവം ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. അപ്പൊ മുംബൈ പട്ടണത്തിനകത്ത് സകല പൈശാചിക ആധിപത്യങ്ങളുടെ നടുവിൽ, ദുരാത്മാവിന്റെ സ്വാധീനങ്ങളുടെ നടുവിൽ, അന്ധകാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും അഭിഷേകം ചെയ്യുന്ന ആത്മമന്ത്രങ്ങളുടെ നടുവിൽ നിങ്ങളെ നോക്കി ഒരു വ്യക്തി ചോദിക്കുകയാണ്, ഈ ശക്തിയേക്കാളും വലിയൊരു ശക്തിയെ നിനക്കറിയാമോ? നിങ്ങളിപ്പോ എന്താ തിരിച്ച് മറുപടി പറയുന്നത്? പരിശുദ്ധമായ ശക്തി എന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, ഇതിനെ തകർക്കുന്ന ഒരു അത്യന്ത ശക്തിയാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു ആത്മബോധ്യം ഈ തലമുറയിൽ നിങ്ങളുടെ അകത്താറിലേക്ക് മേലുണ്ട്. ഞാൻ ശാന്തമായ പറയുന്നത് അച്ഛാ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമായിട്ട്
അപ്പൊ ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ആ ശക്തി പകർന്നിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ എന്നെ കേൾക്കുന്ന എത്ര കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്? അവൻ ഈവൻ 50 കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ശക്തിയുടെ പകർച്ച നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മേലുണ്ടോ? ഈ ശക്തിയുടെ പകർച്ച നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടോ? അതോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പബ്ജി ഗെയിമും സിനിമാ സ്റ്റാർസിന്റെയും അവൻ പടവും കാണിച്ച് അവരെ ഒരു ഉത്തരവാദിത്വമില്ലാതെ വളർത്തുന്ന മാതാപിതാക്കളാണോ? അതോ രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞ് നിലവിളിച്ച് അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവത്തെ രാത്രിയുടെ യാമത്തിൽ ഇറക്കിയിട്ട് അതിനകത്ത് വെളിപ്പെടുന്ന ശക്തിയെ തലമുറകളുടെ മേൽ പകരുന്ന മാതാപിതാക്കളാണോ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ എന്റെ വചനം കേൾക്കുന്നത്? എന്തുകൊണ്ടാ പെന്തക്കോസ്തൽ മൂവിൽ നിൽക്കുന്ന പെൺകുഞ്ഞുങ്ങൾ പ്രണയത്തിനകത്ത് അകപ്പെട്ട് നമ്മൾ വെളിയിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല രീതിയിൽ പെന്തക്കോസ്തൽ ഫാമിലികൾക്കകത്ത് ഡൈവോഴ്സ് കേസുകൾ ഉണ്ടാകുന്നു. പെന്തക്കോസ്തൽ ലീഡേഴ്സിന്റെ കുടുംബങ്ങൾക്കകത്ത് അതിശക്തമാകുന്ന വേദനിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ നിൽക്കുന്ന യൗവനക്കാരാകുന്ന നമ്മുടെ യൂത്ത് വിങ്ങിനകത്ത് പോലും നമ്മൾ നിൽക്കുന്ന സമൂഹത്തിൽ പെന്തക്കോസ്റ്റൽ മൂവിനകത്ത് നിൽക്കുന്ന പല പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞങ്ങൾ എന്റെ കുഞ്ഞിന് വീട് വെച്ച് കൊടുത്തില്ലേരും, ബൈക്ക് മേടിച്ചു കൊടുത്തില്ലേരും, അവരുടെ കാർ മേടിച്ചു കൊടുത്തില്ലേരും? ഇന്ന് രാത്രിയിൽ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാതാപിതാക്കളെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് കൈമാറുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവരുടെ മേൽ കൈമാറുന്ന ഒരു തലമുറയെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. വചനം നിലനിൽക്കുന്നത് അത് ദൈവത്തിന്റെ ശക്തിയിലാണ്. ജോസഫാസ് നമ്മുടെയൊക്കെ പിതാക്കന്മാർ അല്ലെങ്കിൽ എന്റെയൊക്കെ വല്യപ്പച്ചമാർ ഉണർവിന്റെ മുൻപിൽ നിന്നവരാ. എന്റെ മമ്മിയുടെ മേൽ അല്ലെങ്കിൽ എന്റെ മമ്മിയുടെ ഫാമിലിയുടെ മേൽ ഒരു ഉണർവിന്റെ തീയിട്ട് തന്നു. അമ്മയുടെ മേൽ വന്ന തീ അത് എന്റെ മേൽ എന്റെ മമ്മിയിട്ട് തന്നു. അപ്പൊ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, ശക്തിയെ ത്യജിക്കുന്ന ഒരു തലമുറ, രണ്ട് ശക്തിയെ ത്യജിക്കുന്ന ഒരു തലമുറ. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്ന്, ദൈവത്തിന്റെ ശക്തിയെ ത്യജിക്കുന്ന തലമുറയാണോ, അതോ ദൈവത്തിന്റെ ശക്തിയെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ജനറേഷനാണോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? വളരെ അധിക ആത്മാർത്ഥമായിട്ട് നിന്ന് നിങ്ങളുടെ മുൻപിലൊന്നും പ്രസംഗിക്കാൻ ഒരു യോഗ്യത എനിക്കില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ രാത്രി ആ ദൂത് എനിക്ക് നിങ്ങളുടെ കൈമാറണം. ഗ്ലോറി ടു ഗോഡ്. മ്ലേച്ഛതയുടെ പട്ടണമാകുന്ന മുംബൈയുടെ തെരുവിൽ വേശ്യകളും വ്യഭിചാരികളും വൃത്തിഹീനമാകുന്ന അന്തരീക്ഷങ്ങളുടെ നടുവിൽ ഒരു തലമുറ പാപത്തിന്റെ സ്വാധീനത്തിലേക്ക്, ഒരു തലമുറ പാപത്തിന്റെ ഭോഗങ്ങളിലേക്ക്, ഒരു തലമുറ വഴിവിഴച്ച് നടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന യൗവന കുഞ്ഞുങ്ങളെ, നിനക്കതിനകത്തൊരു സഭയായി മാറുവാൻ, വിശുദ്ധിയുടെ പേരിലെ ദൈവത്തിന്റെ പേര് അടുത്തൊരു ജനറേഷനെ നേടുന്ന ഒരു ദൈവത്തിന്റെ ശക്തി മുംബൈ പട്ടണത്തിൽ പരിശുദ്ധാത്മാവേ എന്റെ മേൽ കൈമാറണമെന്ന് പറയുന്ന ഒരു തലമുറ ഇതിനകത്തുണ്ടോ? കർത്താവിന്റെ ദാസനെ പൗലോസിനെ കുറിച്ച് പറയാം, ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. 2, ദൈവത്തിന്റെ ദാനം. അപ്പൊ എന്താ ആക്ച്വലി നമ്മുടെ മേൽ ചലിക്കേണ്ടത്? എന്റെ മേൽ അഭിഷേകമുണ്ട്. എന്റെ വ്യക്തി താല്പര്യങ്ങൾ കൊണ്ടോ, എന്റെ കുടുംബ മഹിമ കൊണ്ടോ, എന്റെ അപ്പന്റെ ജോലി കൊണ്ടോ ഒരിക്കലും സിറ്റി ഹാർവസ്റ്റ് ചർച്ചിൽ ഇന്ന് രാത്രിയിൽ ഒരു ഗസ്റ്റ് സ്പീക്കറായി വരാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷെ എന്റെ മേൽ ദാനമായിട്ട് തന്ന, എനിക്ക് ഇഷ്ടമായിട്ട് തന്ന, എന്റെ മേൽ ഒരു ആത്മാവിനെ പകർന്നവൻ ഇഷ്ടപ്പെടുന്നു. ഇന്ന് റിജോ പിജോ സിറ്റി ഹാർവസ്റ്റിൽ പ്രസംഗിക്കണം. അതാണ് ശക്തിയുടെ ഉറവിടം. എത്ര പേർക്ക് ഞാൻ പറയുന്നത്?
Kruboli, Appelmana Kashmiam del Kabani, Ramban Maukiam, Speoya Slazana, Yatrabarkina. Oh, glory to God, glory to God, glory to God. അവൻ ദൈവത്തിന്റെ ശക്തി, ചേർന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒന്ന്, അത് സ്വന്തമല്ല, ഒരു ഭക്തന്റെ സ്വന്തമല്ല ദൈവത്തിന്റെ ശക്തി. പിന്നെ ആ ഭക്തൻ പറയുന്നു ഇത് ധാരാളമാണ് ദൈവത്തിന്റെ ശക്തി. മൂന്ന്, പൗലോസ് എന്ന ദൈവമനുഷ്യൻ അടുത്തൊരു പദം പറയുന്നു, അവൻ നിക്ഷേപമാണ് ദൈവത്തിന്റെ ശക്തി. ഓ, ഗ്ലോറി ടു ഗോഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? മൂന്നാമത്തെ ആ പദം അവൻ അകത്തോട്ടൊന്ന് കയറ്റുകയും, നിങ്ങള് പാസങ്ങളോട് പരിശുദ്ധം പറയുന്നു, മൂന്നാമത്തെ പദം എന്താണെന്നറിയോ? അവൻ ഈ ശക്തി നിനക്ക് നിക്ഷേപമായിട്ട് ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്നു. ഇന്ന് രാത്രി നിക്ഷേപത്തെ എത്ര പേർക്ക് വേണം? കാണട്ടെ, ഒന്ന് കാണട്ടെ. ഈ റിജോപ്പിജോണൊക്കെ നോർത്ത് ഇന്ത്യയുടെ 50 days നോർത്ത് ഇന്ത്യയില, 50 days മാത്രം അതർ കൺട്രീസ് ആയിരിക്കും. പിന്നെ നോർത്ത് ഇന്ത്യൻ തിരിച്ചിരി നിങ്ങളുടെ അടുത്ത് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെയൊക്കെ പോക്ക് അങ്ങനത്തെ പോക്കാ ഞാൻ പോകുന്നത്. പക്ഷെ ദൈവാത്മാവ് അതിശക്തമായി നിങ്ങളുടെ ചർച്ചിനോട് സംസാരിക്കുന്നു. നിക്ഷേപത്തെ സ്വീകരിക്കുന്ന ഒരു ജനറേഷൻ ഇന്ന് രാത്രി ദൈവത്തിന് വേണം. Oh, glory to God, glory to God, glory to God, glory to God, glory to God. Brother സന്തോഷ്യം നിക്ഷേപത്തെ നിങ്ങൾക്ക് വേണോ? ഞാൻ പറയുന്ന കേൾക്കാമോ? എന്റെ വീഡിയോ ക്ലിയർ ആണോ? പാസ്റ്റർകളെ, ഇന്നത്തെ പെന്തക്കോസ്റ്റൽ തലമുറകൾക്ക് നിക്ഷേപമൊന്നും അറിയത്തില്ല. നിക്ഷേപമായി എന്ന പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ ഇവിടെ ആളില്ല. ഞാൻ പഠിച്ച മാസ്റ്റർ ഓഫ് ഡിവിനിറ്റിയോ, ഞാൻ പഠിച്ച MTHO, ഞാൻ പഠിക്കുന്ന BTHO, ഞാൻ പഠിക്കുന്ന BDക്കകത്ത് ഒരു തലമുറയെ നിർത്താൻ ആഗ്രഹിക്കുന്ന സുവിശേഷ വൃന്ദങ്ങൾക്കിടയിൽ ഇന്ന് രാത്രിയിൽ പൗലോസ് എന്ന ദൈവമനുഷ്യൻ പറയുന്നു, അവരെ ഇത് ഞങ്ങൾക്ക് നിക്ഷേപമായിട്ട് ദൈവം പകർന്നിരിക്കുന്നു. എന്റെ ചോദ്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വണ്ടി മേടിച്ചു കൊടുത്തോ, നോ പ്രോബ്ലം. ഷെയർ കൊടുത്തോ, നോ പ്രോബ്ലം. ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തോ, ഐ ഡോണ്ട് കെയർ. ഇന്ന് രാത്രിയിൽ അവനവനെ കരം കൂപ്പിക്കൊണ്ട് ഈ ചെറിയ സുവിശേഷകരാകുന്ന ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറകളുടെ, നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് രാത്രിയിൽ നിക്ഷേപമാകുന്ന പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്ന എത്ര മാതാപിതാക്കൾ ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിന് ആമേൻ പറയും? ഓ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റർകളെ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാ വർക്ക് ചെയ്യുന്നത്? എന്റെ ശരീരം മൺകൂടാറാണോ? മൺകൂടാരമാണ്. അപ്പൊ എന്റെ ശരീരത്തിനകത്ത് എന്താ വെളിപ്പെട്ട് നിൽക്കുന്നത്? നമ്പർ 1, അപ്പിന്റെ ശക്തി എന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുക. 2, ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുക. 3, ദൈവത്തിന്റെ നിക്ഷേപം അവന്റെ ശരീരത്തിൽ വെളിപ്പെട്ട് നിർത്തിയിരിക്കുക. പക്ഷെ ഇതിന്റെ വെളിപ്പാട് ആർക്കെങ്കിലും ഉണ്ടോ? അംബാനിക്ക് അവൻ കോടിക്കണക്കിന് വസ്തുക്കൾ, കോടിക്കണക്കിന് പണം, ലക്ഷ്മി മിത്തന് കോടിക്കണക്കിന് പണം, അവൻ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ബിൽ ഗേറ്റ്സിന് കോടിക്കണക്കിന് പണവും നിക്ഷേപവും ആഡംബര കാറുകളും. പക്ഷെ നീ ചെറ്റപ്പുരക്കകത്ത് ജനിച്ചവനായാലും, അവൻ ഒരു നേരത്തെ ആഹാരം നിനക്കൊരു പക്ഷെ കഴിക്കാനില്ലാത്തവനായാലും, പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ വെളിപ്പെടുത്തുന്നു, നിക്ഷേപമായിട്ട് ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്നു. കാരണം ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു നിക്ഷേപം ഞാൻ നിന്റെ മേലാ പകർന്നിരിക്കുന്നത്. എത്ര പേർക്ക് പിടികിട്ടു ഞാൻ പറയുന്നത്? എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ എന്താ ലക്ഷ്മി മിത്തന്, എന്താ അനിൽ അംബാനിക്ക്, എന്താ ബിൽ ഗേറ്റ്സിന്, എന്താ ഇവിടുത്തെ കോടീശ്വരന്മാർക്ക് ദൈവമേ അങ്ങ് പരിശുദ്ധാത്മാവിനെ പകരാത്ത, അങ്ങ് നിക്ഷേപത്തെ കൊടുക്കാത്ത?
വേണ്ട മക്കളെ, എനിക്കൊരു ജോൺസൺ പാസ്റ്ററിനെയും, എനിക്ക് ഇതിനകത്ത് കാണുന്ന ഒരു സന്തോഷ് TM ഗുജറാത്തിനെയും, എനിക്ക് ഇതിനകത്ത് കാണുന്ന ഒരു വിൻസി ജോർജിക്കും, ഒരു ബിനു കോശിക്കും, ഇവിടെ കാണുന്ന ജോയൽ ജോൺസനെ ഒക്കെ അവൻ എഴുന്നേൽപ്പിക്കാൻ എന്റെ നിയോഗം ഇവരുടെ മേല എന്റെ നിക്ഷേപത്തെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എത്രവർക്ക് പിടികിട്ടുന്നു ദൈവത്തിന്റെ ശക്തിയുടെ ഈ ശക്തിയുടെ ആഴം ഈ തലമുറയിൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ ഒരു റിവൈവലിസ്റ്റായി മാറുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ നടുവിൽ, നിങ്ങളുടെ സ്കൂളുകളിൽ, നിങ്ങളുടെ കോളേജുകളിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്കൊരു ഉണർവിനെ ചുമക്കണമെങ്കിൽ ആദ്യമേ നിങ്ങളുടെ അകത്തിരിക്കുന്നവരാരാണെന്നുള്ള ബോധ്യം. 2, നിങ്ങളിൽ കൂടെ വർക്ക് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അതിപ്രാധാന്യത്തെ മനസ്സിലാക്കി ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു ജനറേഷൻ ഇന്ന് രാത്രി ദൈവത്തിന് വേണം. Carbatal Brahma Citrinia Flasandia. Obo Sepemi Andarmado Kushmania, Rico Mispakeni, Landari Tobushi and the Menogusa, Perial Kabani. Oh, Rotulibian Spawnia Flazani, Lebel Kabani. Rondan, thank you so much, Priya Maria Amachi, Priya Maria Mammi, John Jabelo, thank you so much. Amen. Thank you. Laurit Mastigerial, Brahma Satrinia, Robo Kushmi Antone. Amen. Hallelujah. 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 രാത്രി എത്ര പേർക്ക് ചങ്കോട് ചേർത്ത് നിർത്തി പറയാൻ പറ്റും? ഈ ശുദ്ധാത്മാവിന്റെ നിക്ഷേപത്തെ മൺപാത്രത്തിനകത്ത് നിർത്തിയിട്ട് ഉടയ്ക്കാതെ, ആ മൺപാത്രം പൊട്ടാതെ, ആ മൺപാത്രം തകരാതെ. മൺപാത്രം തകരുമോ ബ്രദറെ? ചിലപ്പം തകരും. ഉടയുമോ ബ്രദറെ? ഉടയും. പക്ഷേ ഉടഞ്ഞു പോയാലും അത് നീ ഉപയോഗശൂന്യമാവുമോ ബ്രദറെ? നോ. നല്ലൊരു കുശവന്റെ കയ്യിലാണ് നീ എന്ന മൺപാത്രമെങ്കിൽ അവൻ നിന്നെ ഉടച്ചാലും അവൻ നിന്നെ പണയുന്ന ഒരു നല്ല കുശവനാകുന്ന ക്രിസ്തുവിലാണ് ഈ ജനറേഷനകത്ത് നീ വസിക്കുന്നത്. പിടികിട്ടുന്ന സന്ദേശം റെഡിയാവും. അവൻ നിക്ഷേപമാകുന്ന പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ ഇന്ന് രാത്രി എത്ര പേര് ഒരുക്കമാണ്? ഞാൻ പറയുന്ന എത്ര പേർക്ക് പിടികിട്ടുന്നു? Glory to God. Karma Ramalmanadia, Spauia Sitania, Robu Kushmana, Ramalmanadia Al-Kabani, Lamsterius Lazania, Naboto, കുറച്ചാൾക്കാർ നിക്ഷേപമാണെന്ന് പറയുന്നു, കുറച്ചാൾക്കാർ അഭിഷേകമാണെന്ന് പറയുന്നു, കുറച്ചാൾക്കാർക്ക് എന്തൊക്കെയോ സാമഗ്രികൾ അവരുടെ ലൈഫിൽ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥകൾ. അവർ കേവലം ചെറിയൊരു ഇളക്കപ്പെരുപ്പങ്ങൾ കൊണ്ടും ചെറിയ ഉപവാസങ്ങൾ കൊണ്ടും ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ കൊണ്ടും അവരൊക്കെ എവിടെയോ ഒതുങ്ങിപ്പോകുന്ന പ്രകൃതം. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടത് ജെനുവിനായി കമോൺ, എത്ര പേരൊന്ന് പറയാൻ തയ്യാറാകും? ജെനുവിനായി പരിശുദ്ധാത്മാവിനെ അടുത്തൊരു ജനറേഷന്റെ മേൽ ഇടുന്ന ഒരു കൂട്ടത്തെയും ദൈവത്തിന് വേണം. പറയാ, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. എന്റെ ചോദ്യം, കർണാടകദാസൻ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ അഭിഷിക്തൻ പാസ്റ്റർ ജോൺസൺ, സകല വിധത്തിലും ദൈവദാസ നിങ്ങൾ കഷ്ടം അനുഭവിച്ചോ? എന്തുകൊണ്ടാണ് കഷ്ടം ഈ ലോക്ക്ഡൌൺ പീരീഡിനകത്ത് നിങ്ങൾ അനുഭവിക്കുമ്പോഴും ഈ സൂം മീറ്റിംഗുകൾ നടത്തുന്നത്? ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗം അടുത്തൊരു തലമുറയോടാണ്. നിങ്ങൾ ഏതൊക്കെയോ വിഷയങ്ങൾക്കകത്ത് ഇടുക്കം അനുഭവിക്കുന്നവരാണോ? അവൻ ദൈവത്തിന്റെ ആത്മാവ് ഈ സ്മിതാ നായർ എന്ന് പറയുന്ന ആ വ്യക്തിയോട് ഇടപെടുന്നു. നീ ഏതൊക്കെയോ ഇടുക്കത്തിന്റെ ആത്മാവിനകത്താണ് ഇരിക്കുന്നത് എന്ന പരിശുദ്ധാത്മാവിന്റെ കുടുംബത്തെ നോക്കി അഭിഷക്തമായി ഇടപെടുന്നു. നീ അനുഭവിക്കുന്ന ഇടുക്കം, നീ അനുഭവിക്കുന്ന ഞെരുക്കം, നിന്റെ കുടുംബബന്ധങ്ങൾ നിന്നെ ഒഴിവാക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ രാത്രി നിന്നോട് പറയുന്നത് ഇത് നിന്റെ ഒരു നിക്ഷേപത്തെ ഞാൻ പകർന്നിരിക്കുന്നു. നീ ഇടയപ്പില്ല, ഒതുങ്ങപ്പില്ല. നിന്നെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പേര് ചൊല്ലി വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Oh, Sandrinas lasagna. Arbakavan manabio, Robotus Milias Sakeri. നിന്റെ കുടുംബബന്ധങ്ങൾക്കകത്ത് ചിലർ 2021-22 വർഷങ്ങൾക്കകത്ത് സ്നാനക്കടവിനകത്ത് ഇറങ്ങി വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിന്റെ കുടുംബത്തെ പോണമെന്ന്. Glory to God. Ralmaratigba hasiampe. Rabalmanodia, Shmenmarotosiam Spauya. Udamal Malkodia, Shaman Manabia, a gross Mauri, a Basparia Kalbratani. Oh, Rukodia, Belmanodical Kabani, Udaman Manabia, Saban Manabia, Arate Kisha, Kalbratalia, Sakeni. ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ വലിയൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നുവെന്ന് ജോയൽ ജോൺസൺ ആ മകളും പരിശുദ്ധാത്മാവിനെ തൊടുന്ന ആ കുഞ്ഞിനെ ദൈവത്തിന്റെ വലിയൊരു ആത്മപകർച്ച. ഓ, അവളുടെ വലിയൊരു പരിശുദ്ധാത്മാവിന്റെ തീ ഇന്ന് രാത്രി. അവള് കരയാണല്ലോ കർത്താവേ. അവളുടെ ആ കരച്ചിന്റെ നടുവിൽ വലിയൊരു ദാഹം ഞാൻ കാണുമോ. നിന്റെ കഴുപ്പിന്റെ മേളിൽ ഒരു സ്റ്റെതസ്കോപ്പ് നിൽക്കുന്നത് ഞാൻ കാണുക. Dama, Rabal Manabia, Sadakabanavia, Udamanavia, Rabal Manabia, Satrinius Lazana, Udamal Kabanavia, Shamal Maroto, a Primus Pinia, Kuname, Indwara, Atma in the Shakti. Oh, come on, right, Kaba, Satala Kashya. എനിക്ക് യൗവനക്കാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്റെ കൂടെ മുഴുവൻ യൂത്ത്സ് ആണ്. കാരണം എന്റെ ശുശ്രൂഷ തന്നെ ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് ദൈവം എന്റെ മേലിട്ടിരിക്കുന്ന ശുശ്രൂഷ. ഉത്തമ റബൽ മെനോഫിയ സോട്രീനിയസ് ലസാനി. അപ്പൊ പൗലോസ് എന്ന ദൈവമനുഷ്യൻ ഞങ്ങൾ സകല വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പൗലോസേ നിന്റെ കാലുകൾ ആമത്തിലാണ്. പൗലോസേ ഫിലിപ്പയുടെ കാരാഗ്രഹത്തിൽ നിനക്ക് ആഹാരം കിട്ടുന്നുണ്ടോ? ആഹാരം കിട്ടുന്നില്ല. ഫിലിപ്പയുടെ കാരാഗ്രഹത്തിൽ നീ ജീവിതം നല്ല ജീവിതമാണോ? നല്ല ജീവിതമല്ല. പക്ഷെ നീ എന്തുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് നിനക്ക് പറയാനുള്ളത് എന്താണ് ഇവിടുന്ന് കിട്ടിയേ? ഞങ്ങളുടെ പ്രസംഗങ്ങൾ ഇത്ര തീവ്രമാണ്. കമ്മ്യൂണിസത്തിനകത്തൊക്കെ ഞാനൊക്കെ വന്ന് ചെഗുവേരയും കാറൽ മാക്സും ഒക്കെ ആയിരുന്നു എന്റെ ആദ്യകാലത്തെ വലിയ റോൾ മോഡൽസ്. ലാധന, റബൽ മനാബിയ, കയ്യോസം ജോൺസൺ ഞങ്ങളുടെ മീറ്റിംഗ് കണ്ടിട്ട് പ്രസംഗം കേട്ടപ്പോ ഒരു പ്രപ്പോസൽ വന്ന വീട്ടിലെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര പേടി. എന്റെ ഇത് കണ്ടിട്ട് അവര് പറയാണ് ഇനി ആ ചെറുപ്പക്കാരന് ഒരു സേവ വല്ലതും ആണോ എന്ന്. ഞങ്ങൾക്കറിയാവുന്ന ഒരു പാസ്റ്ററടുത്ത് പോയിട്ട് ദൂത് ചോദിച്ചു. പെങ്കൊച്ചിനെ കെട്ടിച്ച് വിടാൻ പറ്റിയ നിലവാരം അല്ലോ സേവനാണോ? നിന്റെ ആത്മസാന്നിധ്യം കാണുമ്പോ ചിലതിനൊക്കെ തോന്നണം നീ ഒരു സേവയാണ്. ഏതാ സേവ? ഇന്ന് ഞാൻ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്ന പരിശുദ്ധമാവാം ദൈവത്തിന്റെ സേവ. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന യൗവനക്കാരായ എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ വീഡിയോയ്ക്കകത്ത് വന്നോട്ടെ. എന്താ കുഞ്ഞുങ്ങളെ വിശുദ്ധി? നിങ്ങൾ പഠിച്ചിരിക്കുന്ന വിശുദ്ധി എന്താ? മൊബൈൽ ഉപയോഗിക്കാത്തതാണ് വിശുദ്ധി. ഇന്റർനെറ്റ് വീട്ടിൽ എടുക്കാത്തതാണ് വിശുദ്ധി. നോ, ഈ മൊബൈല് നിന്റെ വീടിനകത്തും നിന്റെ കൈകളിലുള്ളപ്പോൾ നീ പോലും അറിയാതെ നിന്റെ ആത്മമന്ത്രത്തെ ഏതൊക്കെയോ സൈറ്റുകളിലേക്ക് നിന്റെ മൊബൈൽ കോഡുകൾ പാസ് ചെയ്യുമ്പോൾ അതിനകത്തൊന്നും ലെഫ്റ്റ് ആകുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുന്നതാണ്. ദൈവരാജ്യത്തിനകത്ത് നീ വെളിപ്പെടുത്തേണ്ട ദൈവരാജ്യത്തിന്റെ വിശുദ്ധി. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, 60-70 വയസ്സാകുമ്പോ നീ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നതിനേക്കാൾ നിന്റെ യൗവനപ്രായത്തിൽ നീ ഒന്ന് പറയണോ? എന്റെ ചിന്ത ഞാൻ പറയും, യൗവനത്തിൽ ഒരുപാട് പാട്ടുകൾ പഠിച്ച്, ഒരുപാട് പ്രസംഗങ്ങൾ പഠിച്ച്, ഒരുപാട് വിദ്യാഭ്യാസം ചെയ്ത് 35-40-45 മുമ്പിൽ വിളിച്ച് വേർതിരിക്കപ്പെടുവാൻ നീ നിൽക്കല്ലേ, കാത്തിരിക്കല്ലേ. 136 കോടി ജനത്തെ നിനക്ക് പിടിക്കണം. ഇങ്ങനെ അഭിഷേകത്തെ കൊതിക്കുന്ന ഒരു ജനറേഷനെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ പാസ്റ്റങ്ങളുടെ കുഞ്ഞുങ്ങളാണെപ്പോലും ഇന്ന് രാത്രി പറ, ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. Right, spurious
Oh, glory to God, glory to God, glory to God, glory to God. അഥവാ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ ഇതിനകത്ത് സകല കഷ്ടവും അനുഭവിച്ചു? ഞങ്ങൾ സകല വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നവരെങ്കിലും ഞങ്ങൾ ഇടിയിരിക്കുന്നില്ല. എനിക്കൊരു എക്സാമ്പിൾ കാണിക്കണമെന്നോ നിങ്ങളുടെ അടുത്ത്? എനിക്ക് എക്സാമ്പിൾ കാണിക്കണം. ചെസ്റ്റ് സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഞങ്ങൾ ഇതിനകത്ത് ഇടുക്കം എന്ന് പറയുന്ന ഒരു തലമുറയെ, ഒരു കൂട്ടം ആൾക്കാരെ എന്ന പരിശുദ്ധാത്മാവ് ഇടുക്കത്തെ നിന്ന് പൊട്ടിക്കാൻ പോകണോ? Come on, Lasitarius Lasagna, Lanta, Rabania, Cosnefia, Sikene, Hobia, Laverberabium, Sekinibium Day. Oh, glory to God. കഷ്ടമുണ്ടോ? കഷ്ടമുണ്ട്. പക്ഷെ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. അപ്പൊ ഇടുക്കം ഉണ്ടാക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ ഇതൊരു വയറ് പോലെ നിന്നെ ബന്ധിച്ച് നിർത്തിയിരിക്കുക. കാണുന്നുണ്ടോ? ഓ, ഗ്ലോറി ടു ഗോഡ്. ലെറ്റ്സ് ബിറ്റാനിയ ലബാബി. കണ്ടോ? അപ്പൊ ഇന്ന് ലൈഫിനകത്ത് ചിലതിന്റെയൊക്കെ മേലിൽ വ്യാപിക്കുന്ന ദുരാത്മാവിന്റെ സ്വാധീനങ്ങളും പാരമ്പര്യമായ അവകാശങ്ങളുടെ കെട്ടിനെ ഇന്ന് ദൈവം പൊട്ടിക്കാൻ പോകണോ? നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. യെസ്, റബൽമനാബിയ. അപ്പൊ ഇടുങ്ങിയിരിക്കുന്ന ഒരു തലമുറയെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അതിശക്തമായി നിങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളോട് എന്താ ഇടപെടുന്ന അറിയാമോ? നിങ്ങളോട് അതിശക്തമായിട്ട് ഇടപെടുന്നു, അതിശക്തമായിട്ട് ഇടപെടുന്നു. ഇടുക്കത്തിന്റെ ബന്ധനത്തിന്റെ ചങ്ങല പൗലോസ് എന്ന ദൈവ മനുഷ്യനെ ഇതുപോലെ ബന്ധിച്ചപ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ, ഞാൻ പൗലോസ് എന്ന ദൈവമനുഷ്യനോട് ആത്മാവിൽ നമുക്ക് ചോദിക്കാം, ദൈവദാസനെ അവൻ സകല മനുഷ്യരും അവൻ എന്താ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടും കഷ്ടതയൊക്കെ ഇവന്റെ ലൈഫിനകത്ത് വരുമ്പോഴും അതുപോലത്തെ ചങ്ങല നിന്നെ കൂട്ടിയിടുമ്പോഴും അവൻ എന്തുകൊണ്ടാ നീ ഇതിനകത്തൊന്നും പുറത്തു വരുന്നേ? ആ ദൈവമനുഷ്യനൊരു പദം എന്നോട് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന ബ്രദർ റിജോ പി ജോൺ, സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരും ഞങ്ങൾ ഇടുങ്ങിയിരിക്കാത്തതിന്റെ കാരണം ഇടുക്കത്തിനെയും നിരാശകളെയും വേദനകളെയും പൊട്ടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഓ, ഞാൻ മുമ്പേ പറഞ്ഞ നിക്ഷേപം എന്റെ മേൽ വെളിപ്പെട്ടാൽ അതിനെ പൊട്ടിച്ച്, ഓ എത്ര പേർക്ക് പിടികിട്ടുന്നു? ചങ്ങലയെ പൊട്ടിച്ച്. ഓ, ഇത് പറയുമ്പോ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ കാണട്ടെ. ആ ചങ്ങലയെ പൊട്ടിച്ച് ഞാൻ ഇന്ന് രാത്രി പുറത്തു വരും. ഓ, എത്ര പേർക്ക് പിടികിട്ടുന്നു ഞാൻ പറയണേ? എല്ലാവരും കഷ്ടം സഹിക്കുന്നവരാണ്. സിദ്ധിയാർദസിലെ പാസ്റ്റർ ജോൺസൺ അഭിഷേകമാവുന്ന കഷ്ടം സഹിച്ച മനുഷ്യനാ. പക്ഷെ എന്തുകൊണ്ടാ നിങ്ങൾ ഇടുങ്ങിയിരിക്കാത്ത? എന്റെ ചോദ്യം, എന്തുകൊണ്ടാ കർത്താവിദാസൻ സന്തോഷ് ചെയ്യാൻ ഇടുങ്ങിയിരിക്കാത്ത? ബിനു കോശി, വിൻസി ജോജി, എന്നെ കേൾക്കുന്ന ടി അബ്രഹാം അങ്കിൾ, പവർ ഓഫ് പ്രയർ മിനിസ്ട്രീസിന്റെ പ്രിയ ദേവദാസൻ മഹേഷ് ആചാര്യ, എന്തുകൊണ്ടാ നിങ്ങൾ ഇടിയിരിക്കാത്ത? നിന്നെ ഇടുക്കാൻ ഒന്നിനെയും സമ്മതിക്കാത്ത നിലവാരത്തിൽ നിന്നെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന നിക്ഷേപമായിരിക്കുന്ന പരിശുദ്ധാത്മാവ്
ഉണർവിനകത്ത് നിൽക്കണോ നിങ്ങൾക്ക്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സുവിശേഷം പറയുമ്പോ ജനം വിടിവിക്കപ്പെടണോ? നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ആൾക്കാർ വിടിവിക്കപ്പെടണോ? നിങ്ങളിൽ കൂടെ ഭൂത ഇളകണോ? നിങ്ങളുടെ അകത്ത് ഇതുവരെ അകത്തെ വെളിപ്പാട് വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഇന്നലെ കർത്താവിന്റെ ദാസൻ ഡോക്ടർ പി ജി വർഗീസിനോട് ഞാൻ ടോക്ക് ചെയ്യുക. പറയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ പറ്റുന്നില്ല കേരളത്തിന്റെ മണ്ഡലങ്ങളിൽ. പരിശുദ്ധാത്മാവിന്റെ നിക്ഷേപത്തെ നിനക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം ഇൻട്രസ്റ്റ് കിട്ടും ബാങ്കിൽ പണമിട്ടാൽ, അല്ലേ? നല്ല പൈസ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മേൽ ദയവിട്ടിരിക്കുന്ന നിക്ഷേപം പരിശുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് അവർ ഇൻട്രസ്റ്റ് തരുമോ? എന്റെ ചോദ്യം, അവർ നിങ്ങൾക്ക് പലിശ തരുമോ? കേൾക്കത്തില്ല. ഓക്കെ, എന്തിനാ പറയണേ? ബോംബെ പട്ടണത്തെ പിടിക്കുമോ? Jesus, Rasa cool brightness Kenya. അടുത്ത ദൈവമനുഷ്യൻ പറയുന്നു, പാസ്റ്റങ്ങളെ, ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിരാശയിലായിരിക്കുന്ന എത്ര പേര് അതുകൊണ്ട്? നിരാശ അനുഭവിക്കുന്ന എത്ര പേര് അതുകൊണ്ട്? നിരാശയിൽ കൂടെ ജീവിക്കുന്ന എത്ര പേര് അതുകൊണ്ട്? പറയാം, നിരാശപ്പെടുന്നവരെങ്കിലും, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും നിരാശപ്പെടുന്നവരാ, ബുദ്ധിമുട്ടുന്നവരാ? പക്ഷെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടത്തില്ല. ഇന്ന് പെന്തക്കോസ്തൽ ലോകത്ത് ഇതിനകത്ത് എത്ര കുടുംബങ്ങൾക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും നിരാശപ്പെടാത്തൊരഭിഷേകത്തെ? ഒത്തിരി പേരുടെ മേൽ അഭിഷേകമുണ്ട് ദൈവദാസനെ, എന്ന് ഒത്തിരി പേരുടെ മേൽ ആത്മനിറവുണ്ട്, ശുശ്രൂഷകരുടെ പലരും. പക്ഷെ ഏതൊക്കെയോ സാഹചര്യങ്ങളുടെ നടുവിൽ, സമ്മർദ്ദങ്ങളുടെ നടുവിൽ ഉണർവിനെ ദൈവം കണ്ടവർ ബുദ്ധിമുട്ട്, നിരാശ, അവർ ഉണർവിനകത്തുനിന്ന് ലെഫ്റ്റായി പോവാ. കാരണം സാഹചര്യങ്ങളിലേക്ക് അവരുടെ കണ്ണുകൾ പോവുകയാണ്, സാമ്പത്തിക കാര്യങ്ങളിലേക്ക് അവരുടെ കണ്ണുകൾ പോവുകയാണ്. എന്തൊടുക്കും, എന്ത് കഴിക്കുമെന്നുള്ള ചിന്തകൾക്കകത്തേക്ക് ഒരു ജനറേഷന്റെ കണ്ണ് പോകുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് സിറ്റി ഹാർവസ്റ്റ് ചർച്ചിനോട് ആത്മാവ് പ്രവചിക്കുന്നു. സകലവിധത്തിലും കഷ്ടം സഹിക്കുമ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരാശപ്പെടാത്ത ഒരു ജനറേഷനെ ഇന്ന് രാത്രിയിലേക്ക് മുംബൈയുടെ ഭാരതത്തിന്റെ ഉണർവിലേക്ക് വേണം. ഐ ആം വെരി സീരിയസ്. നിങ്ങളെല്ലാവരും വളരെയധികം സീരിയസ്നെസ് ആയിട്ടിരുന്നോട്ടെ. ഞാനൊക്കെ മീറ്റിംഗ് ചെയ്യുന്നത് വണ്ടിക്കൂലിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയല്ല. എന്റെ എല്ലാ ടെസ്റ്റും, എന്റെ എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡുകളും, എന്റെ എല്ലാ ജോലി മേഖലകളൊക്കെ ഞങ്ങൾ വിട്ടിട്ട് എന്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ ഇറങ്ങി തിരിച്ചതാ. ദൈവത്തിന്റെ ഒരിക്കലും മണ്ടന്മാരെ വേണ്ട കേട്ടോ. സോറി, ദൈവത്തിന് ഒരിക്കലും മടിയന്മാരെ വേണ്ട കേട്ടോ. മണ്ടന്മാരെ ദൈവത്തിന് ഇഷ്ടാ. നീ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് 10 പ്രാവശ്യം തോറ്റവനൊന്നും ദൈവത്തിന് വേണ്ട. അവനെയാ പിന്നെ കൊടുക്കുന്ന കർത്താവിന്റെ വേലയ്ക്ക്. അവൻ നല്ലതിനെ കൊടുക്കും ദൈവത്തിന് വേണ്ടി. ഞാനൊക്കെ US സ്കോളർഷിപ്പിന്റെ എഞ്ചിനീയറിംഗ് വിട്ടിട്ടാ ഞങ്ങളൊക്കെ ഇറങ്ങിയത്. ഗ്ലോറി ടു ഗോഡ്. തെരുവാരങ്ങളിലും മുക്കവലകളിലും നാക്കവലകളിലും യേശുവിനെ പ്രസംഗിച്ച ആദ്യത്തെ തുടക്കം. അതുകൊണ്ട് ഇന്നും എന്നെ മാനിക്കാൻ ദൈവത്തിന് മടിയില്ല. ഇന്ത്യയിലെ എല്ലാ ചർച്ചസിന്റെ മുൻപിൽ, എല്ലാ കോൺഫറൻസുകളുടെയും അവേക്കിംഗ് യൂത്ത് കോൺഫറൻസുകളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഇവാഞ്ചലിസ്റ്റ് റിച്ചോ പി ജോൺ എന്നുള്ള പേരിനെ ദൈവാത്മാവ് നിർദ്ദേശിക്കത്തക്ക നിലവാരത്തിൽ ദൈവാത്മാവ് ഞങ്ങളെ കൊണ്ടുവന്നു. രാത്രി നിന്റെ ആവേശം എന്റെ ദൈവത്തിന് വേണം.
നിന്റെ അഭിഷേകം എന്റെ ദൈവത്തിന് വേണം. നീ എന്ന വ്യക്തി എന്റെ ദൈവത്തിന് വേണം. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ നീ എന്നെ യൂസ് ചെയ്യണമേ. ദൈവമനുഷ്യൻ പാസ്റ്റങ്ങളെ പറയുന്നു, ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ ദാസൻ ജോൺസണുടെ ഷീന സിസ്റ്ററെ, ജോൺസണുടെ വൈഫ് പ്രിയ ആന്റി, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടോ? എവിടെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഉപദ്രവം അനുഭവിച്ചോ? Glory to God. കർത്താവിന്റെ ദാസൻ മഹേഷ് ആചാര്യ, if you speak slowly, voice will be clear. No, Thank you. From T. Abraham. ഹലോ അങ്കിൾ, എന്റെ വോയിസ് പകരുന്നുണ്ടോ? ക്ലിയർ സംസാരിച്ചാണ്. എന്തെങ്കിലും ഉണ്ടെ പറയണേ. യെസ്, പറയാം. Santrinius Lazandi Kabushi Ampere. Amen. Praise the Lord. ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്നവരെ നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എന്റെ ചോദ്യം, ഇതിനകത്ത് എത്ര പേർ ഉപദ്രവം അനുഭവിച്ചു? എന്റെ ചോദ്യം, ഇതിനകത്ത് എത്ര പേർ ഉപേക്ഷിക്കപ്പെട്ടു? രാത്രി ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. Oh, glory to God. നീ ഉപദ്രവം അനുഭവിച്ചാലും നീ ഉപേക്ഷിക്കപ്പെട്ടാലും പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ. പരിശുദ്ധാത്മാവ് പറയുന്ന രവി നമ്പ്യാർ എന്ന ആ ദൈവമനുഷ്യനോട് ദൈവാത്മാ പറയുന്നു, ഉപേക്ഷിക്കപ്പെട്ടാലും ഉപദ്രവം അനുഭവിച്ചാലും പരിശുദ്ധാത്മാവിന്റെ നിക്ഷേപം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ദൈവാത്മാവ് അതിശക്തമായി ദൂതറിയിക്കുന്നു. നിങ്ങളുടെ കുടുംബ സാഹചര്യം എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഉപദ്രവം അനുഭവിച്ചാലും ഉപേക്ഷിക്കപ്പെട്ടാലും നീ എന്റെ പൈതലാണ്, നീ എന്റെയാണ്, നീ എന്റെ സ്വന്തമാണ്, നിന്റെ കൂടെ ഞാൻ ഇരിക്കുമെന്ന് നിന്റെ കുടുംബക്കാരെ തെളിയിപ്പിക്കുന്ന വർഷമാണ് 2020. വിശ്വസിക്കുന്നു. ചിലരൊക്കെ ഉപേക്ഷിച്ചു പാസ്റ്ററുകളെ, നമ്മളൊക്കെ എവിടെയോ നൂണവിന് വേണ്ടി നിന്നപ്പോ, നീ യേശുവിന് വേണ്ടി ഇറങ്ങിയപ്പോ, ഇതിനകത്ത് പാസ്റ്ററുകളോട് പറഞ്ഞ പുതിയ പുതിയ വിശ്വാസികളാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ചോദിച്ചത്. അതുകൊണ്ട് ദൈവൻ ഈ ദൂത് തൊടാൻ ദൈവനോട് പറഞ്ഞേ. ഒരു ചർച്ച് മീറ്റിംഗ് ആയിരുന്നു, റിവൈവലെ പറയത്തുള്ളൂ. ഇത് എങ്ങനെയാണ് ഉണർവിന് നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്നുള്ള അത്യന്ത ശക്തിയെയും സാഹചര്യങ്ങളെ സമ്മർദ്ദത്തെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ചിലരൊക്കെ എവിടെയൊക്കെയോ ഉപേക്ഷിച്ചു, ചിലരൊക്കെ എവിടെയൊക്കെയോ നിങ്ങളെ ഉപദ്രവിച്ചു, അല്ലേ? പ്രിയ മോഹൻ, പ്രിയ ആ ദേവദാസനോട് പരിശുദ്ധം പറയുന്നു, ചിലരൊക്കെ നിങ്ങളെ എവിടെയോ ഉപേക്ഷിച്ചു, ചിലരൊക്കെ നിങ്ങളെ എവിടെയോ ഉപദ്രവിച്ചു. Sandrala Bashiam Pelmanadia Ibasal Rebasti Tiribias Mauya Kubash. ഇതിനകത്ത് ഭയങ്കര കൂട്ടക്കരച്ചിൽ ഞാൻ കാണുന്നല്ലോ കർത്താവേ. വീട്ടിലെ പ്രവർത്തകനോട് ദൈവം പറയുന്നു, പാസ്റ്ററുകളെ, ചിലരൊക്കെ എവിടെയോ നിങ്ങളെ ഉപദ്രവിച്ചു, ചിലരൊക്കെ എവിടെയോ നിങ്ങളെ നിങ്ങളെ ഉപേക്ഷിച്ചു. അഷാജി ഡാനിയൽ, ചിലരൊക്കെ നിങ്ങളെ എവിടെയോ ഉപേക്ഷിച്ചു, ചിലരൊക്കെ എവിടെയൊക്കെയോ നിങ്ങളെ ഉപദ്രവിച്ചു. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, നിക്ഷേപമായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, നീ ഉപദ്രവം അനുഭവിച്ചായാലും, നീ എവിടെയും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷെ ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമ്പോ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞ നസ്രായനായ യേശു നിന്റെ കൂടെ ഉണ്ട്.
കാൽബ്രാറ്റ. എനിക്ക് ദൂത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹം എനിക്ക് അറിയത്തില്ല പ്രിയരെ. അടുത്ത പോളം ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. ഇന്ന് രാത്രി നിങ്ങളെ ആരെയും വീട്ടാൻ നോക്കുക. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ ചാച്ചക്കാരുടെ മുൻപിൽ നിങ്ങളെ അപമാനിക്കുന്നതിനോടിൽ എവിടെയൊക്കെ നിങ്ങളെ വീട്ടാൻ നോക്കുക. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നു. വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ എന്തുകൊണ്ടാ കർത്താവനദാസനെ നീ നശിക്കാഞ്ഞേ? എന്തുകൊണ്ടാ സിസ്റ്റർ ദീപ്തി ബോബി നിങ്ങൾ നശിക്കാത്തെ? എന്തുകൊണ്ടാ ഷീന സിസ്റ്ററെ നിങ്ങൾ നശിക്കാത്തെ? എന്തുകൊണ്ടാ സന്തോഷ് ചെയ്യമ്മേ നിങ്ങൾ നശിക്കാത്തെ? ഓ, എന്താണെന്നറിയോ നീ നശിക്കാത്തതിന്റെ കാരണം? ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തെ ഞങ്ങളുടെ ശരീരത്തെ മേൽ വഹിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തെ ശരീരത്തിൽ വഹിക്കുന്ന ഒരു കൂട്ടം അഭിഷിക്തരെ പരിശുദ്ധാത്മാവ് ഇന്ന് അഭിഷേകം ചെയ്യാൻ വേണ്ടി പോകുന്നു. ആൻസി ജോസ് എന്ന ഐഡിയിലിരിക്കുന്ന ആ സിസ്റ്ററോട് പരിശുദ്ധം പറയുന്നു, നീ ക്രിസ്തുവിനെ വഹിച്ചത് കൊണ്ട് നിന്റെ കുടുംബം തകർന്നില്ല. നീ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കുന്നത് കൊണ്ട് നിന്റെ കുടുംബം ചാരമായി പോയില്ല. ഇന്ന് രാത്രി നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ക്രിസ്തുവിനെ വഹിക്കുക, ക്രിസ്തുവിന്റെ ജീവനെ വഹിക്കുക. ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. ആരുടെ മേലാണ് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുന്നുണ്ട്? എന്റെ മേലോ പാസ്റ്റർ ജോൺസന്റെ മേലോ ആണോ വെളിപ്പെടുന്നുണ്ട്? അവൻ ഇന്ത്യയുടെ 136 കോടിയുടെ മേലെ ജീവൻ വെളിപ്പെട്ടേ പറ്റൂ. ജീവൻ വെളിപ്പെടുത്തണമെങ്കിൽ നീ വേലയ്ക്ക് ഇറങ്ങിയേ പറ്റൂ. നീ ദൈവത്തിന് വേണ്ടി നിന്നേ പറ്റൂ. നിന്റെ മേൽ ക്രിസ്തുവേശുവിന്റെ മരണത്തിന്റെ ശക്തി നീ വഹിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ജനറേഷൻ. Are you ready to anointing? Are you ready to end in revival? And go and preach the gospel. മുംബൈയിൽ ഹിന്ദി എല്ലാവർക്കും അറിയാം. അടുത്ത പദത്തിനകത്ത് പൗലോസ് എന്ന ദൈവമനുഷ്യൻ പറയുന്ന വാക്കെന്തെന്നറിയാമോ? ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങളെ തന്നെ. അടുത്ത പദം എന്നെയൊക്കെ കർത്താവിന്റെ രാജ്യത്തിന് തീവ്രമായി നിൽക്കാൻ ദൈവം എന്നെ ശക്തീകരിക്കുന്ന പദമാ. ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞങ്ങളെ തന്നെ മരണത്തിനേൽപ്പിക്കുന്നു. എന്ത് ചെയ്യാ കുഞ്ഞുങ്ങൾ? എന്ത് ചെയ്യാ? അവരെ ഞാൻ കാണട്ടെ. ജോയൽ ജോൺസൺ. ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞങ്ങളെ തന്നെ മരണത്തിനേൽപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഗ്ലോറി ടു ഗോഡ് എന്നെ കേൾക്കുന്ന 59 ഫാമിലി ഞാൻ കാണുന്നു. നിങ്ങളൊരു ചോദ്യം ചെയ്യട്ടെ. ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞങ്ങളെ തന്നെ മരണത്തിൽ ഏൽപ്പിക്കുക എന്ന് പൗലോസ് എന്ന ദൈവമനുഷ്യൻ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എത്ര പേരെന്ന് പറയും ചങ്കത്തെ കൈവച്ച്, ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. ഞങ്ങൾ മരണത്തിൽ ഏൽപ്പിക്കപ്പെടാം. ഒരു ഗ്രഹാം സ്റ്റേറ്റ്സിനെ പോലെ, ഒരു തിമോത്തിയെ പോലെ, ഒരു ഫിലിപ്പിനെ പോലെ ഭാരതത്തിൽ എരിഞ്ഞിറങ്ങിയ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച രക്തസാക്ഷി സമൂഹത്തെ പോലെ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടാൻ തയ്യാറാണ്. എന്നോട് കുറച്ചു പേര് വന്ന് പറയും, US റിജോ നീ നിൽക്കുന്ന കാണുന്നു, ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന കാണുന്നു.
വലിയൊരു കുടുംബത്തിൽ നിന്ന് പെങ്കൊച്ചി നിന്നെ കല്യാണം നോ 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 ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. എന്റെ ഏറ്റവും വലിയ ആവേശം റിജോ, നീ 130 കോടിയെ അഭിഷേകത്തിൽ തൊടുന്നത് ഞാൻ കാണുന്നു. നീ ലോകരാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ ദൂതുകൾ എന്താ? ആക്ച്വലി നീ US നിൽക്കുന്നതാണോ? നിന്റെ കുടുംബത്തിനകത്ത് കല്യാണം നടക്കുന്നതാണോ? നിങ്ങളുടെ വീട് പണിയുന്നതിനേക്കാൾ ആത്മാക്കളുടെ വിടുതൽ എന്നിൽ കൂടെ സംഭവിക്കട്ടെ എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ വ്യക്തിപരമാകുന്ന എന്റെ ജീവിതത്തിനകത്ത് ഞാൻ പോലും അറിയാതെ സുഖത്തിന്റെ ലോലതകൾക്കകത്ത് എന്റെ ലൈഫ് എന്ന് മാറും എന്ന് ചിന്തിക്കുന്ന ഭൂതാണോ? കേൾക്കുന്ന യൗവനക്കാരെ, എന്റെ ഫ്രണ്ടിലിരിക്കുന്ന പ്രിയ ജോയലെ, മകളെ, നിന്റെ ആഗ്രഹം എന്താ? നിന്റെ ആവേശം എന്താ? കമോ അക്രാചാര്യ സിക്കൂരിയൽ ബ്രാഹ്മക്ഷുഖോനി. ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ഞങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുന്നു. അടുത്ത പദം അങ്ങനെ, ഞങ്ങളിൽ മരണം, നിങ്ങളിൽ ജീവൻ. പൗലോസേ പൗലോസേ, ലൂക്കോസേ ലൂക്കോസേ, പത്രോസേ പത്രോസേ. ചോദിക്കട്ടെ, കൂബ, സത്രീനിയ, സഖാനിയ, ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് ഞങ്ങൾ ഞങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നീ പറയുന്നത്? ഹൈ ബ്രദർ റിജോ, യഹൂദനും യവനനും സുവിശേഷ വിരോധികൾക്കും അഗ്രചർമ്മിക്കും ഫിലിസ്തീനും പൈശാചിക മണ്ഡലത്തിൽ സുവിശേഷത്തിന്റെ തീയെ നശിപ്പിക്കുന്ന ക്രിസ്ത്യാനിത്വത്തിനെതിരെ നിൽക്കുന്ന ഒരുത്തന്റെ മേൽ, അടുത്തൊരു ജനറേഷന് മേൽ എന്റെ യേശുവിന്റെ നിക്ഷേപം വെളിപ്പെടണമെങ്കിൽ, എന്റെ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ, പാപത്തിലും ശാപത്തിലും രോഗത്തിലും അന്ധതയിൽ കിടക്കുന്ന ആവിചാരത്തിനകത്ത് കിടക്കുന്ന എന്റെ ഭാരതത്തിന്റെ 136 കോടി ജനത്തിന്റെ ദൈവ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ, എന്ന് പറഞ്ഞാട്ടെ, ഈ റിജോ പിജോ ഈ രാത്രി രക്തസാക്ഷിയാകിയാൽ അടുത്ത എന്റെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ ഞാൻ മരിച്ചെങ്കിൽ മാത്രമേ 1000 റിജോ പിജോണുമാർ അടുത്തൊരു ജനറേഷനെ പിടിക്കാൻ എഴുന്നേൽക്കത്തുള്ളൂ. ഈ ദൂത് പറയുമ്പോൾ ഈ ദൂത് ഒരു ജനറേഷനെ തൊഴട്ടെ. തൊടുന്നു, ചിലതിനൊക്കെ തൊടുന്നു. ഇത് പറയുമ്പോൾ അനങ്ങാത്തവരുണ്ട്, വാസങ്ങളെ പറയുമ്പോൾ അനങ്ങാത്തവരുണ്ട്. ഇത് ഊതി പിടിക്കാൻ പേടിയാമേ. എന്റെ പപ്പയോട് ചോദിക്കും, നീ മാത്രമോ സുവിശേഷകൻ? നീ അപ്പുറത്ത് നോക്കിക്കേ, അവർക്ക് കാറുണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്, അവർക്കെല്ലാം ഉണ്ട്. അവർ നോക്കിക്കേ, അവർക്ക് പ്രസ്ഥാനമുണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. നിനക്ക് സുവിശേഷം ചെയ്യാൻ അറിയുമോ? അറിയത്തില്ല. നീ എന്തിനാ കേരളത്തിൽ മാത്രം ചെയ്തച്ചാ പോരെ? എന്തിനാ നോർത്ത് ഇന്ത്യക്ക് പോകുന്നത്? നീ എന്തിന് എഞ്ചിനീയറിംഗിന് പോയി? ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങളെ തന്നെ. പസങ്ങൾ, എന്റെ ഓഡിയോ ക്ലിയർ അല്ലെന്ന് പലരും പറയുന്നു, ശരിയാണോ? ഓഡിയോ ക്ലിയർ അല്ല, ശബ്ദം കേൾക്കാൻ വോയിസ് ഡൗൺ ആയിപ്പോയി. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, ക്ലിയർ ആ, വളരെ ക്ലിയർ ആ. ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങളെ തന്നെ മരണത്തിൽ ഏൽപ്പിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ ദൂതിനെ സ്വീകരിക്കാൻ വേണ്ടി കഴിയും? ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങളെ തന്നെ മരണത്തിലേൽപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവൻ. ഭാരതത്തിന്റെ സഭ ഇനി മിഷനന്മാരാണോ മരണത്തിൽ ഏൽപ്പിക്കണം ഇന്ത്യയില്? അതോ ഭാരതത്തിന്റെ സഭയിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? നോർത്ത് ഇന്ത്യ അവിടെ ആന്റി കൺവേർഷിപ്പ് ഇല്ല. നോർത്ത് ഇന്ത്യ മോദിയെ ഭരിക്കുന്നത്, നോർത്ത് ഇന്ത്യ മുഴുവൻ RSS. അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കണ്ടേ? മുംബൈ അത് ഭയങ്കര RSSന്റെ കേന്ദ്ര. മുംബൈ അവിടെ ശിവസേന, മുംബൈ
രവി താക്കറയാ ഭരിക്കുന്നത്, അതുകൊണ്ട് നീ പ്രവർത്തിക്കണ്ടേ? ഓ come on entities, നിങ്ങൾ എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും? കേൾക്കുന്ന ദൈവദാസന്മാരെ, എങ്ങനെയാ ഉണർവ് ആക്ച്വലി വെളിപ്പെടുന്നത്? നിൽക്കുന്ന പെരുവിനകത്തുനിന്ന് റിവൈവൽ സ്റ്റാർട്ട് ചെയ്യണം. ഉണർവ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഉണർവ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരെ അല്ല ദൈവം ആദ്യമേ പൊക്കുന്നേ. നീ എന്ന ഒറ്റ വ്യക്തിയിൽ മേൽ പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടർ ഉണ്ടാകട്ടെ ഇന്ന് രാത്രിയിൽ. അതുപോലെ എൻകൗണ്ടറിനെ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രിയരെ, നിങ്ങൾ എത്ര പേര് ഇന്ന് രാത്രി പ്രതികരിക്കും? ഞാൻ വചനം വിട്ട ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറഞ്ഞിട്ടില്ല. മുഴുവൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് സംസാരിക്കണം. എന്റെ അപ്പനൊരു കൂലിപ്പണിയാരനാ, ഞാനൊരു ചെറ്റപ്പറക്കകത്ത് വളർന്നു കയറി വന്ന മനുഷ്യനാ. ദൈവ എന്ന് ഭാരതത്തിന്റെ ഏത് എയർപോർട്ടിൽ ഞാൻ എന്നാൽ ഇറങ്ങണമെന്ന്, ഏത് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യണമെന്ന്, ഏത് ഹോട്ടലിൽ താമസിക്കണമെന്ന് ഇന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതാ എന്റെ ദൈവത്തിന്റെ ശക്തി. Come on. Glory to God. Sandrina Flasani. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഈ വന്ന് പ്രസംഗിക്കുന്ന ആരാണെന്ന് ആദ്യം ബോധ്യമാകണം. അവരെ ദൈവം എങ്ങനെ ഉയർത്തിയെന്ന് ബോധ്യമാകണം. ഭാരതത്തിന്റെ 136 കോടി ജനത്തിന്മേൽ എന്ത് ചെയ്യുമെന്ന്, ആരെ കൊണ്ടാണ് ദൈവം ചെയ്യിപ്പിക്കുന്നുള്ള ബോധ്യം നിങ്ങളുടെ മേലുണ്ടാകണം. സാധാരണ വീടിനകത്ത് ജനിച്ച ഞങ്ങളെ കൊണ്ട് പരിശുദ്ധാത്മാവ് ഈ ഒരു മൂവിലേക്ക് ദൈവം ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞാട്ടെ, ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടവര് ഞങ്ങളെ തന്നെ മരണത്തിന്, അങ്ങനെ ഞങ്ങളിൽ ജീവനും, അങ്ങനെ ഞങ്ങളിൽ മരണം ജീവൻ. പേർക്ക് പറയാൻ പറ്റും കർത്താവെ, അതുപോലത്തെ ഒരു ദൈവ സാന്നിധ്യത്തിനകത്ത്. ഓ എനിക്കറിയാം പലരും സമർപ്പിക്കുന്നുവല്ലോ ഇതിനകത്ത്. പലരുടെ പേരും വലിയൊരു ആത്മപകർച്ച സംഭവിക്കുന്നുവല്ലോ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രിയരെ, നിങ്ങളെല്ലാം മലയാളികളാണ്. ഞാൻ നിൽക്കുന്ന കോട്ടയം പട്ടണത്തിൽ, ഞാൻ കോട്ടയത്തോടെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ എന്റെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും. കാരണം യേശുപ്പച്ച ഒരു ബെഞ്ചമിൻ ബെയിലില്ലായിരുന്നെങ്കിൽ, ഒരു ഹെൽമൻ ഗുണ്ടട്ടില്ലായിരുന്നെങ്കിൽ, ഒരു വില്യം ലീലായിരുന്നെങ്കിൽ അവൻ ആക്ച്വലി ഭാഷ കോട്ടയത്ത് പ്രസന്റ് ആകത്തില്ല. അവൻ അനേക വിദ്യാഭ്യാസം ചെയ്യത്തില്ല. ഇന്ന് മലയാളി കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ ലോകരാജ്യങ്ങളുടെ ഏറ്റവും വലിയ ശ്രേണിയിൽ ചെല്ലുകയും സുവിശേഷം ഒരു തലമുറ എഴുതിപ്പിച്ചു. സുവിശേഷം നിന്നെ നല്ല ഷർട്ട് ഇടാൻ പഠിപ്പിച്ചു. സുവിശേഷം നിന്നെ നല്ല പാന്റ് ഇടാൻ പഠിപ്പിച്ചു. സുവിശേഷം ഏറ്റവും ചെറിയ രീതി ഞാൻ പറയട്ടെ പാസ്റ്ററുകളെ, നല്ലതായിട്ട് എങ്ങനെ ആഹാരം കഴിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു. നിന്റെ കുലം, നിന്റെ ജാതി, നിന്റെ മതം, നിന്റെ സംസ്കാരം മുഴുവൻ നിന്നെ ആധിപത്യത്തിലേക്കും അധപതനത്തിലേക്കും വംശീയതയിലേക്കും വർഗീയതയിലേക്കും വർണ്ണത്തിലേക്കും വിഭാഗീയതയിലേക്കും നിന്റെ സംസ്കാരങ്ങൾ നിന്നെ കൊണ്ടുപോയപ്പോൾ അവൻ നിങ്ങളെ എന്റെ ദൈവത്തിന്റെ കാഴ്ചപ്പാടെന്തായിരുന്നു? മുമ്പേ നിങ്ങൾ കാലഗതിയെയും അനുസരണക്കേടിന്റെ മക്കളെയും അതിന്റെ അധിപതിയെയും സ്നേഹിച്ചിരുന്ന അനുസരിച്ച നിങ്ങളെ അവന്റെ അഭിഷേകത്തെ ചുമക്കുവാൻ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ ഒരു തലമുറ എഴുന്നേൽപ്പിക്കുവാൻ. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ വംശം, നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ജാതി, നിങ്ങൾ ദൈവത്തിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാർ, ദൈവത്തിന്റെ ജനമാക്കി തീർന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പറയാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊടുക്കുക, ഞങ്ങളെ തന്നെ കൊടുക്കുക ദൈവത്തിന് വേണ്ടി. ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്ന ഞങ്ങളെ തന്നെ മരണത്തിന് പറ്റുമോ? മക്കളെ, നിനക്ക് തരുന്ന US-ന്റെ ഹൂസ്റ്റന്റെ IPC ചർച്ചാണോ നിനക്ക് വേണ്ട ജോലി? അതോ നിനക്ക് നോർത്ത് ഇന്ത്യയുടെ ഗ്രാമമാണോ വേണ്ടേ? US പോകൂ, ഞാൻ അതിന് പ്രതികൂലമല്ല.
ന്യൂസിലാൻഡിൽ പോക്കോ, എനിക്കത് വിഷയമുള്ള കാര്യമല്ല. പക്ഷെ എന്റെ ഭാരതം എന്ന് പറയുമ്പോ എന്റെ അകത്ത് ഭയങ്കര തിളപ്പ. വിശ്വസിക്കുന്നു എന്റെ ഭാരതം എന്ന് പറയുമ്പോ എന്റെ അകത്ത് ഭയങ്കര തിളപ്പ. ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. ഈശോപ്പച്ച ഒരു ഭയങ്കര സാന്നിധ്യത്തിനകത്ത് ഇന്ന് രാത്രി ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. രാത്രി പറയട്ടെ. Come on, Lambs Furious, Lizandio, Akubo, Shikinia, Rabatas Vitania. 27 വയസ്സുകാരനായ സുവിശേഷകന്റെ അകത്തെ ചുമ്മാ തിളപ്പല്ല ഞാൻ പറയുന്നത്. ഞാനും അപ്പനും അമ്മയും കുടുംബത്തിനകത്ത് 2017 എന്റെ അമ്മ കർത്താവിൽ ചേർക്കപ്പെടുമ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തിന് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു? അപ്പനും മകനും മാത്രം ഞങ്ങൾ അവശേഷിക്കുമ്പോ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, നിന്റെ മേൽ ഞാൻ ഇറായെ, ഞാൻ നിന്റെ മേൽ സീസണെ ഭാരതത്തിൽ ഞാൻ നിന്റെ മേൽ ഇടാൻ പോകുന്നു. അതിനു മുൻപാ എനിക്ക് നിന്നോട് ടോക്ക് ചെയ്യണം. നിന്റെ വീടിനകത്ത് അപ്പൻ മരിച്ചോ, അമ്മ മരിച്ചോ, സുവിശേഷത്തിൽ ഇറങ്ങി ആരൊക്കെയോ നിന്നെ മാറ്റി നിർത്തിയോ? ഇന്ന് രാത്രി ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിക്ഷേപത്തിന്, പിതാവായ ദൈവത്തിന്, പുത്രനാവുന്ന ക്രിസ്തുവിന് നിന്നോട് സംസാരിക്കും. ഇതിനകത്ത് എത്ര പേരെ ഏൽപ്പിക്കും ഇന്ന് രാത്രി? കമോൺ, എനിക്കറിയാം ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് മൂവാണ്. ഇതൊരു ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ലൈഫിൽ തുറന്നു വിട്ട ഒരു ദൈവിക സന്ദേശമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലീലാമ എന്ന അമ്മയെ പരിശുദ്ധാത്മ തൊടുന്നു. വിൻസി ജോർജി, ജയൻ ആൻഡ്രോസ് പരിശുദ്ധാത്മ തൊടുന്നു. ഈ ആലീസ് എന്ന ഐഡിയിൽ കയറിയിരിക്കുന്ന ആന്റി പരിശുദ്ധാത്മ തൊടുന്നു. രാജു ജോസഫ് പരിശുദ്ധാത്മ തൊടുന്നു. ബിജു, റൈജു, രാജു ആലീസ് സിസ്റ്റർ, നമ്മുടെ കുടുംബത്തിനകത്ത് ആ ജനറേഷന്റെ മേൽ ദൈവത്തിന്റെ വലിയ മാറ്റത്തെ പരിശുദ്ധാത്മ പകരുന്നു. നിങ്ങളുടെ കുടുംബ അക്രമങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് എന്ന ആ ഐഡിയയിൽ ജോർജിരിക്കുന്ന ആ സിസ്റ്ററോട് ദൈവം ഇടപെടുന്നു. സെപ്റ്റംബർ 28, 29, 30 നിന്റെ ജീവിതത്തിനകത്ത് മറക്കാൻ പറ്റാത്ത ഒരു ദൈവത്തിന്റെ പദവി നീയും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളിനകത്ത്, വസ്തുസംബന്ധമായ വിഷയങ്ങൾക്കകത്തേക്ക് ദൈവാത്മാവിന്റെ തീ അതിനെ സ്വീകരിച്ചോ കേട്ടോ. അത് ഭയങ്കര കരച്ചിലിന്റെ ആണല്ലോ കാണുന്നത്. എനിക്കറിയാം പാസ്റ്ററുകൾ പറഞ്ഞിരിക്കുന്നത് സമയം എത്ര വേണമെങ്കിലും പോയാൽ കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ മീറ്റിംഗ് 9 മണിക്ക് തുടങ്ങി, 10 മണിയാകുമ്പോൾ അടുത്തൊരു വർഷത്തിൽ കയറും. പക്ഷെ എനിക്കറിയാം ചെറിയ സന്ദേശം ദൈവാത്മാവ് നിങ്ങളെ ഉണർവിനകത്തേക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങളുടെ അഭിഷിക്തർ കുടുംബം ദൈവമേ, ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന സകലരുടെ പേരും ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പ. വലിയൊരു ആത്മപകർച്ച, വലിയൊരു ദൈവിക സാന്നിധ്യം, വലിയൊരു ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ പകരട്ടെ. I believe in supernatural realm. I believe in supernatural revival. I believe in I'm an outstanding move of Holy Spirit. I believe. നമ്മൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിക്ഷേപത്തെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്നു, ഞങ്ങൾ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അസാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നു. മണമോഹത്തും വലിയ വിശ്വസനുമായ നല്ല പിതാവെടുക്കും അടിയങ്ങൾ താഴ്മപേക്ഷിക്കുന്നപ്പ ദൈവമോട് കേൾക്കണം. സ്വർഗ്ഗത്തിലുള്ള പിതാവേ, താങ്ക് യു സോ മച്ച്. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ബ്ലസ് യു ഓൾ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവ് അത്ഭുതകരമായി നമ്മളെല്ലാവരും നടത്തട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മീറ്റിംഗിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തയ്യാറാകുക. ഇമാജിൻ ജോപ്പി ജോൺ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. എല്ലാ യങ്സ്റ്റേഴ്സിനെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ അഭിഷേകത്തിൽ മറയ്ക്കുക. ശുശ്രൂഷയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറയ്ക്കുക. ഈ തലമുറയിൽ നമുക്ക് ഒരുമിച്ച് ഉണർവിനോട് നിൽക്കാം. എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ്
പാസ്റ്റർ ജോൺസൺ, താങ്ക് യു സോ മച്ച് മാൻ ഓഫ് ഗോഡ്. കർത്താവ് നിങ്ങളുടെ കൂട്ടായ്മകളെ മാനിക്കട്ടെ, ഉപയോഗിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. തുടർമാനം നടക്കുന്ന നമ്മുടെ മീറ്റിംഗിന്റെ 160-ാം ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് സാക്ഷിയാകുകയും വ്യത്യസ്തമായ ദൈവിക ദൂത് ഇന്ന് രാത്രികാലം കൈമാറ്റം ചെയ്ത പ്രിയ പാസ്റ്റർ റിജോ ഫിജോനുള്ള നന്ദിയെ വ്യക്തിപരമായ പേര് സഭയിൽ അറിയിക്കുന്നു. ഒട്ടും ഞാൻ ക്ഷണിച്ചപ്പോൾ ഒട്ടും മടി കാണാതെ ഓടികൂടാതെ ഹാലലിയ വരാം എന്നൊറ്റ വാക്ക് പറഞ്ഞ് ജോയിൻ ചെയ്തല്ലോ. ഹാലലിയ. അത് ദൈവം തന്നെ. എനിക്കറിയാം അവിടെ തിരക്കുകളുണ്ട്. കണ്ടിന്യൂ മീറ്റിംഗ് നടക്കുകയാണ് അവിടെ. സ്തോത്രം. അതിനോട് അടിയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്ത് അടുത്ത മീറ്റിംഗിലേക്ക് തന്നെ പ്രവേശിക്കുന്നതിനെ അറിയുന്നു. ഹാലലിയ. ദൈവം കർത്താദാസൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷിക്തനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യുമാറാകട്ടെ. ദൈവമക്കളെ ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായി ഇന്ന് രാത്രി നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹാലലുയ. അതേ സ്തോത്രം. നമുക്ക് വചനം കേട്ടവർക്കറിയാം. ഹാലലി. ഓരോ വ്യക്തികൾക്കും അറിയാം. ഹാലലുയ. അതേ സ്തോത്രം. ഹാലലുയ. അതേ കഷ്ടം സഹിക്കുന്നതിനകത്തുണ്ട്, ബുദ്ധിമുട്ടുന്നതിനകത്തുണ്ട്, ഉപദ്രവം അനുഭവിക്കുന്നവരുണ്ട്, വീണെടുക്കുന്നവരുണ്ട്. ഹാലലുയ. അത് യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നവരുണ്ട്. ഹാലലുയ. പക്ഷേ ഹാലലുയ നമ്മളെ നിർത്തുന്നത് ഒരു ദൈവിക ഒരു നിക്ഷേപം നമ്മുടെ മേൽ തമ്പുരാൻ വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഹാലലുയ. ഇന്ന് രാത്രിയിൽ ഹാലലുയ ആ നിക്ഷേപത്തിന്റെ വില ഹാലലുയ അളപ്പാൻ കഴിയാത്ത ഒരു അത്യന്ത ശക്തിയാണ് നമ്മിൽ ദൈവം പകർന്നിരിക്കുന്നത്. ഹാലലുയ. അത് ഈ സ്തോത്രം. വെറുതെ ആരും ഒരു നിക്ഷേപം എങ്ങും ആരും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഹാലലിയ. എവിടെങ്കിലും ആരെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഹാലലിയ അതിന് പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രി ഹാലലിയ ആ ഇൻവെസ്റ്റ്മെന്റ്, ആ ട്രഷർ, ആ നിക്ഷേപം നമ്മിൽ പകരുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഹാലലിയ. അതേ സ്തോത്രം. ഹാലലിയ. അത് നമ്മുടെ സ്വന്തമൊന്നുമല്ല. ഹാലലിയ. അതേ സ്തോത്രം. ഈ മൺപാത്രങ്ങൾ പകർന്നിരിക്കുന്ന പിന്നിൽ ദൈവത്തിന്റെ ഹാലലിയ അതേ ആ സ്നേഹം, ദൈവത്തെ ദാനം നമ്മോട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ കരുണയാണ്. നമ്മൾ ചോദിച്ചല്ല, നമ്മൾ ആഗ്രഹിച്ചൊന്നുമല്ല. പക്ഷെ ദൈവത്തെ തോന്നി ഹാലലിയ അത് ഈ മൺപാത്രത്തിൽ പകരണമെന്ന്. ഹാലലിയ. ഞാൻ വിശ്വസിക്കുന്നു. അതേ എന്നിൽ നമ്മിൽ എല്ലാം ദൈവം നമ്മൾ ആ വലിയൊരു നിക്ഷേപം ദൈവം തന്നിരിക്കുകയാണ്. ഹാലലിയ. അതേ സ്തോത്രം. ഈ പ്രതിസന്ധി മാറുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുക ഹാലലിയ ദൈവം എന്തിനാണ് എന്നിൽ ആ വലിയ നിക്ഷേപം ചെയ്തിരിക്കുന്നതിന് പിന്നിലുള്ള രഹസ്യം എന്തായിരുന്നു? ഇതിനായിട്ടാണ് ദൈവനെ ഹാലലിയ ജോയിൻ ചെയ്ത് ദൈവം എന്നെ ആക്കി വെച്ചിരുന്നത്. ഇതിനുവേണ്ടിയാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ഹാലലിയ. അതേ സ്തോത്രനെ തളർന്നു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, ഉടഞ്ഞു പോകാതെ നിർത്തിക്ക് പിന്നിലുള്ള ദൈവിക ഉദ്ദേശം അതായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹാലലിയ. ഇടുക്കമില്ലാതെ ഹാലലിയ നിരാശപ്പെടാതെ, ഉപേക്ഷിക്കപ്പെടാതെ, നശിച്ചു പോകാതെ നിൽക്കുന്ന പിന്നിൽ രഹസ്യം അതാണ്. അയ്യോ മക്കളെ, ആ നിക്ഷേപം നമ്മുടെ അകത്തുള്ളത് കൊണ്ട് മാത്രമാണ്. ധൈര്യപ്പെടാം. ഹാലലിയ. ഇന്ന് രാത്രിയിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്റെ തലമുറ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹാലലിയ. ഈ ലോകത്തിൽ നമുക്കൊന്നും നമ്മുടെ തലമുറകളെ കൈമാറ്റം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ നിക്ഷേപത്തെ അവരിലേക്ക് പകരുവാൻ ഹാലലിയ ഒന്ന് സമർപ്പിക്കുവാൻ, അവരിലേക്ക് ഒന്ന് കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ അത് ആ നിക്ഷേപം മതി അവരുടെ ജീവിതത്തിൽ അത് ഒരു ശക്തരാക്കാൻ ഇടയാക്കി. ഇന്ന് രാത്രി ഈ കേൾക്കപ്പെട്ട ദൈവിക ദൂതന് മുമ്പിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ എത്ര വ്യക്തമായി ഇടപെട്ടല്ലോ. ഹാലലിയ. അത് ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടി സംസാരിച്ചു. ഹാലലിയ. നമ്മുടെ ഉറപ്പാണ്, നേരത്തെ നമ്മുടെ ധൈര്യമാണ്. ഹാലലിയ. നമ്മുടെ വിശ്വാസമാണ് രാത്രികാലം. അതേ ഹാലലിയ നമുക്ക് ധൈര്യപ്പെടാം. അതേ സ്തോത്രം. തൊടേണ്ട ദൈവം തൊട്ടിട്ടുണ്ട്, സൗഖ്യമാക്കേണ്ട ദൈവം തൊട്ട് ഹാലലിയ. ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയണം. അത് ദൈവനെ തൊട്ടിരിക്കുക, ഈ അത്യന്ത ശക്തിനെ മേൽ പകർന്ന് തൊട്ടിരിക്കുക. അത് എന്നെ സൗഖ്യമാക്കേണ്ട അതേ ഹരിഭവത്തിന് മേൽ ദൈവത്തിന്റെ പരിശുദ്ധ തൊട്ട് എന്നെ സൗഖ്യമാക്കിയിരിക്കുക. ഹാലലിയ. അതേ ചിലരോടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അതേ കിടക്ക വിട്ട് എഴുന്നേൽക്ക എന്ന ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുക. ആത്മാവിനെ തിരിച്ചെടുക്കാം. ഹാലലിയ. ആത്മാവിൽ തിരിച്ചറിയാം. അത് രാത്രികാലം ഹാലലിയ എന്നെ ദൈവം വ്യത്യസ്തനാക്കാൻ പോകുക, എന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുക, ദൈവനെ അയക്കാൻ പോകുക, ദൈവനെ ഹാലലിയ അതേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽപ്പാൻ ദൈവം ഉപയോഗിക്കാൻ പോകുക. ഹാലലിയ. ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ഞങ്ങളുടെ ശരീരത്തിലെ മരണം വഹിപ്പാൻ ഞങ്ങൾ തയ്യാറാണ്.
ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചന സംസാര ദൈവത്തിനായി പ്രാർത്ഥിക്കാം. ദൈവദാസനെ അനുഗ്രഹിക്കുകയും ഹല്ലേലൂയ തന്റെ യൗവനപ്രായത്തിൽ അനേക യൗവനക്കാരെ കർത്താവിലേക്ക് നേടുവാൻ ഹല്ലേലൂയ ആ സമർപ്പണ കർത്താവ് വിളിച്ചു വേർതിരിച്ചല്ലോ. ദാസനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ പ്രേയറിൽ യാത്രയിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവങ്ങളും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളെ മീറ്റിംഗുകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവ സന്നിധിയുടെ ആകുവാൻ നമുക്കിടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഇതിനെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ കുഞ്ഞൻ പാസ്റ്റർ ദയവായി ശബ്ദം ഉയർത്തി ഈ മീറ്റിംഗിന്റെ ഹാലി കെട്ടൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞോൻ പാസ്റ്റർ അൺമ്യൂട്ട് തന്നാട്ടെ ദയവായിട്ട്. സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞാൻ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്നും സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും അത്ഭുതകരമായി ഞങ്ങളോട് ഇടപെടുവാനും അങ്ങ് മനസ്സറിഞ്ഞതിനാൽ നന്ദി. ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഒരു ആലോചനയോടെ അവിടെ നിന്ന് പകർന്നു വന്നു. ദൈവമേ, അഭിഷേകത്തോടെ അധികാരത്തോടെ പുതിയ തലമുറ എഴുന്നേൽപ്പിക്കുവാൻ അങ്ങ് മനസ്സറിയുന്നതിനാൽ നന്ദി. ഭാരതം കർത്താവേ, യൗവനക്കാരുടെ കർത്താവെ ഒരു കൂട്ടായ്മ കൊണ്ട് ദൈവജനത്തിന്റെ കർത്താവെ സ്തോത്രം അധികാരിതയോട് കടന്നുപോയി. ദൈവമേ, ഭാരതത്തെ സുവിശേഷീകരിപ്പാൻ ഒരു നല്ല കൂട്ടത്തെ അവിടുന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നതിനാൽ നന്ദി. എന്റെ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കും. ഞങ്ങൾ കർത്താവെ അങ്ങേക്കായി വേർതിരിക്കപ്പെട്ടവർ. ഞങ്ങളുടെ ഏത് അവസ്ഥയിലും ഞങ്ങൾ അങ്ങയെ മാത്രം കർത്താവെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തീർന്ന പ്രശ്നങ്ങളുടെ മേൽ ഞങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ ജയം നൽകുന്ന ജയാളിയായ ഒരു കർത്താവ് ഞങ്ങൾക്കായി ഉള്ളതിനാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ, ഇന്ന് പകൽക്കാലം മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ച കർത്താവ്, ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ച കർത്താവ്, വരും ദിവസങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ പകരണം. കർത്താവെ, നോൺ സംഭാഷ കുടുംബമായി ആവശ്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദയാഭവനത്തിന് മേൽ ഉണ്ടായിരിക്കണമേ. ഇന്ന് രാത്രി ദൈവവചനം സംസാരിച്ച ദേവദാസൻ കർത്താവ് റിജോ പി ജോണിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിന് മറവിൽ തന്നെ നിർത്തി ദൈവമേ, അനേകരോട് ഇതിന് മാറ്റമില്ലാത്ത വചനത്തിന്റെ മർമ്മങ്ങളെ ശക്തിയോടെ ഉപദേശിപ്പാൻ പറയുവാൻ എന്റെ ദൈവം കൊടുക്കുന്ന ദയക്കായി നന്ദി. തന്നെയും കുടുംബമായി മാനിക്കണമേ. തനിക്കും കർത്താവ് ആവശ്യമാർന്ന ആത്മീക ബലം, കർത്താവ് ധൈര്യത്തോടെ ദൈവവചനം ഘോഷിപ്പാനുള്ള കൃപ ധാരാളമായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ സൂം മീറ്റിംഗ് മുഖാന്തരം ആലിൽ വചനം കേട്ട എല്ലാവരുടെ പേരും ഹല്ലേലൂയ അങ്ങ് മനസ്സറിഞ്ഞതിനാൽ സ്തോത്രം. ദൈവാലോചന കേട്ടതായ ദൈവകുഞ്ഞുങ്ങൾ അവരെ തന്നെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസങ്ങൾ മുന്നേറുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും കുടുംബങ്ങളെ ഓർക്കുന്നു. പ്രത്യേകാൽ ദൈവമേ ആ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആട്ടിൻകൂട്ടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ദേശവിദേശങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന കർത്താവ്, ഈ കർത്താവ് മാധ്യമ മുഖാന്തരം ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പേരിൽ കൃപ പകർന്നാട്ടെ. ദൈവമേ, ശാരീരിക ക്ഷീണത്താൽ, ദൈവ മാനസിക കർത്താവ് പ്രയാസങ്ങളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഒരു അത്ഭുത വിടുതൽ സൗഖ്യോടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദയയിൽ ഞങ്ങളെ നിലനിർത്തിയാട്ടെ. കർത്താവ് വീണ്ടും ഞങ്ങൾ കർത്താവ് വർദ്ധിച്ചു വരുവാൻ നിന്റെ തിരുസന സമാധാനത്തോടെ ജീവിപ്പാൻ അതിശയത്തിന് ദൈവത്തിനകം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം ഇവിടെ ദൈവമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മഹാരാഷ്ട്രയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദിനംതോറും വർദ്ധിച്ചു വരുന്ന ഈ മഹാമാരിയിൽ നിന്ന് ദേശത്തെ വിടുവിച്ചെടുക്കുവാൻ അങ്ങ് മനസ്സറിയണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവേ, ദിനംതോറും അങ്ങ് നൽകുന്ന നല്ല ദാനങ്ങൾക്കായി നന്ദി. അവിടെ ബലപ്പെടുത്തുന്ന ബലത്തിനായി നന്ദി. കരുണയിൽ സൂക്ഷിക്കണം. അവിടുന്ന് സകല മഹത്വം എടുക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയമൂലം കേൾക്കണമേ ജീവനുള്ള പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സവാസം ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരെ ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ്